الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സാദാത്തുക്കൾ ഉസ്താദുമാർ മാന്യ സഹോദരി സഹോദരന്മാർ സുഹൃത്തുക്കൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാട് അനുഗ്രഹീതമാണ്. വഹാദൽ ബലദിൽ അമീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തിട്ടുള്ള ആദരിച്ചിട്ടുള്ള നാടാണ്. അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന എന്ന നാട് മക്കയേക്കാൾ മക്കയുടെ ഡബിൾ ബർക്കത്തുള്ള നാടാണ്. اللهم اجعل في المدينة ضعفي ما جعلته بمكة من البركة. മക്കയിൽ നീ നൽകിയ ബർക്കത്ത് എത്രയാണോ അതിൻ്റെ ഡബിൾ മദീനയിൽ നീ നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്തത് ഇമാം ബുഖാരി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട്.
അങ്ങനെ മക്കയുടെ ഡബിൾ ബർക്കത്തുള്ള മദീന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത് മദീനയിലാണ്. ആ മദീനക്ക് മക്ക ശരീഫിൻ്റെ ഡബിൾ ബർക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുക്കും എന്നതിൽ ഒരു മുസ്ലിമിനും സംശയം ഇല്ല. അങ്ങനെ ചോദിച്ച് വാങ്ങിയിരിക്കുകയാണ്. ഡബിൾ ബർക്കത്ത്, വലിയ പുണ്യമുള്ള നാട്. ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല, ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥലം, അത് ഏറ്റവും ബഹുമാനമുള്ള വ്യക്തി കിടക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാണ്. കഅബ ശരീഫ് നിൽക്കുന്ന മണ്ണിനേക്കാൾ ബഹുമാനം, കഅബയേക്കാൾ ബഹുമാനമുള്ള അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം തൊട്ട് കിടക്കുന്ന മണ്ണാണ്. ഒരു ഇമാമിനും ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ലെന്ന് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിനം, അവിടുന്ന് ജനിച്ച മാസം, അവിടുന്ന് ജനിച്ച സമയം വളരെ അനുഗ്രഹീതമാണ്. ഒരു സംശയത്തിനും അവകാശം ഇല്ല. ലിമിലാദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ ഫസുഖ്ഖൻ ലഹു മാദാ യുഫീദു റനീനുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല, അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാത്ത ഒരു ജീവിയും ഇല്ല. ഒരൊറ്റ ഒരു വ്യക്തി ഒഴിച്ച്, അവൻ്റെ പേരാണ് ഇബ്ലീസ്. അവൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ദുഃഖം കൊണ്ട് കരഞ്ഞു. കാരണം അവൻ്റെ എല്ലാ അച്ചപ്പടി വിദ്യകളും നിഷ്ഫലമാകാൻ പോകുന്നു, നിഷ്ഫലമാക്കുന്ന നേതാവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇബ്ലീസ് മാത്രം കരഞ്ഞു, മറ്റുള്ളതെല്ലാം സന്തോഷം പ്രകടിപ്പിച്ചു. ഈ സന്തോഷം ഖിയാമത്ത് നാൾ വരെ പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. അത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച അന്ന് തുടങ്ങി. ولد الحبيب السيد المتعبد والنور من وجناته يتوقد جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد. ഒന്നാമതായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷം പ്രകടിപ്പിച്ചു. മലക്കുകൾ മുഴുവനും സന്തോഷം പ്രകടിപ്പിച്ചു. ഇബ്ലീസ് മാത്രം സന്തോഷിച്ചില്ല, അവൻ കരഞ്ഞു. ഇത് ചരിത്രമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ജനിച്ചു, ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലെത്തി. മക്കയിൽ വന്നതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, മദീനയിൽ വന്നതും റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നബിതങ്ങൾ വരുമ്പോൾ മദീന മുഴുവനും സന്തോഷം പ്രകടിപ്പിച്ചു. അന്ന് സ്ത്രീകൾ പുരുഷന്മാരുമായി കാണാൻ പാടില്ല, സ്ത്രീകളുടെ പാട്ടും പരിപാടിയൊന്നും പുരുഷന്മാർ കേൾക്കാൻ പാടില്ല, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ തൊടാൻ പാടില്ല.
ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും വന്നിട്ടില്ലാത്ത കാലമാണ്. എന്തിനധികം പറയണം, മദ്യപിക്കരുത് എന്ന നിയമം പോലും വരുന്നതിൻ്റെ മുമ്പാണ്. അന്ന് ആബാലവൃദ്ധം ജനങ്ങൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമൊക്കെ മദീനയുടെ താഴ്വരകളിൽ വഴിയോരങ്ങളിൽ വന്നു നിന്ന് എല്ലാവരും കൂടി മൗലിദോതി. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع طلع البدر علينا. ഞങ്ങൾക്കതാ പരിപൂർണ ചന്ദ്രനെ പോലെ തിളങ്ങിക്കൊണ്ട് സത്യത്തിൻ്റെ വെളിച്ചം കാണിച്ചു തരുന്ന മഹാനായ നേതാവ് ഉദിച്ചിരിക്കുന്നു. അതിനല്ലേ നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറൻ നബിയിൽ ഹുദാ, സന്മാർഗത്തിൻ്റെ ചന്ദ്രൻ ഉദിച്ചുയർന്ന റബീഉൽ അവ്വൽ. ഉദിച്ചു എന്നാ പറഞ്ഞേ, മനസ്സിലായില്ലേ? ഉദിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സൂര്യൻ പണ്ടേ ഉണ്ട് എന്നാ. ഉദിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം വെളിച്ചത്ത് വന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഉണ്ടാക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാവിനെ, നബി തങ്ങളുടെ ഒളിവിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ ഉദിച്ച ദിവസമാണ് റബീഉൽ അവ്വൽ 12. മദീനയിലേക്ക് ഉദിച്ചതും അന്ന് തന്നെ. ത്വലഅൽ ബദ്റു അലൈനാ, സഹാബത്ത് മൗലിദ് ഓതുകയാണ്. എന്നിട്ട് അതിന് ശേഷം മിൻ സനിയാത്തിൽ ദാഇ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് പ്രമാണിച്ച് അല്ലാഹുവിന് നന്ദി ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. സഹാബികൾ ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ്, നബി തങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള നന്ദി പ്രകടനം നമുക്ക് കടപ്പാടാണ്. വജബ ശുക്റു അലൈനാ. അതേതെങ്കിലും ഒരാൾ നോട്ടീസ് ഇറക്കിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചാലോ, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കി IS ആയാലോ, അതിൻ്റെ പേരിലൊന്നും തന്നെ നമുക്കത് നിർത്തിവെക്കാൻ പറ്റൂല എന്ന് സഹാബത്ത് അന്ന് തന്നെ പാടുകയാണ്. അതേ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. അല്ലാഹുവിലേക്ക് പ്രബോധനം ചെയ്യുന്ന, ക്ഷണിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ബാങ്ക് കൊടുക്കുന്നവൻ ബാക്കിയുള്ള കാലത്തോളം, ബാങ്ക് കൊടുക്കുന്ന ഒരു മനുഷ്യനെങ്കിലും ബാക്കിയുള്ള കാലത്തോളം, ഒരു പ്രബോധകനെങ്കിലും ബാക്കിയുള്ള കാലത്തോളം നമുക്ക് നബിതങ്ങളുടെ വരവ് പ്രമാണിച്ചുകൊണ്ടുള്ള നന്ദി പ്രകടനം കടപ്പാടാണ്. ആരെതിർത്താലും അത് നീക്കിവെക്കാനോ മാറ്റിവെക്കാനോ പാടില്ല എന്ന് സഹാബികൾ നബിതങ്ങളെ മുന്നിൽ വെച്ച് പരസ്യമായി പാടുകയാണ്. വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. മൗലിദ് ഓതുന്ന സമയത്ത് നബിയെ വിളിക്കലുണ്ട്, നബിതങ്ങളോട് പറയലുണ്ട്. അടുത്ത പരിപാടി അതാണ് സഹാബത്തിന്റെ മൗലിദിൽ. അയ്യുഹൽ മബ്ഉസു ഫീനാ ജിത ബിൽ അംരിൽ മുതാഇ. ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയേ, അയ്യുഹൽ മബ്ഉസു ഫീനാ. നബി തങ്ങളെ വിളിക്കുകയാണ്, പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, വിളിക്കുന്നതിനും പറയുന്നതിനും വല്ല കുഴപ്പവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കണ്ണിന് കാഴ്ചയില്ലാതെ വന്ന വ്യക്തിയുടെ കണ്ണിന് കാഴ്ച ലഭിക്കാൻ നബി തങ്ങൾ പറഞ്ഞത് നബിയെ വിളിക്കാനും പറയാനുമല്ലേ?
അതല്ലേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖ്ളിയ ലീ ഔ ലിതുഖ്ളാ ലീ അല്ലാഹുമ്മ ഫശഫിഹു ഫിയ. കണ്ണിന്റെ കാഴ്ച കിട്ടാൻ നീ നന്നായി ഒന്ന് ഒതുവെടുത്തോ, 2 റകഅത്ത് നന്നായി നിസ്കരിച്ചോ. അതല്ലേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി നബിയ്യിർ റഹ്മ. അനുഗ്രഹത്തിന്റെ പ്രവാചകനായ കാരുണ്യത്തിന്റെ നബിയായ ആ നബിയെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാ, നബിയെ ഇടയാളനാക്കി ചോദിക്കുന്നു അല്ലാ. അതിന്റെ പുറമെ ഞാൻ ആ നബിയെ വിളിച്ചു തീരുന്നു, കണ്ണിന്റെ കാഴ്ച കിട്ടാൻ നീ നന്നായി ഒന്ന് ഒതുവെടുത്തോ, 2 റകഅത്ത് നന്നായി. ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി. എൻ്റെ ഈ കാര്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി എൻ്റെ റബ്ബിലേക്ക് അങ്ങയെ മുൻനിർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടുത്തെ റെക്കമെൻഡ് വേണമെന്ന് അതാ ആ വാക്കിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫശഫിഹു ഫിയ, പടച്ച റബ്ബേ റെക്കമെൻഡിന് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നബിയോട്, അവിടുത്തെ റെക്കമെൻഡ് നീയൊന്ന് സ്വീകരിക്കണേ. ഇങ്ങനെ നബിതങ്ങളെ ഇടയാളനാക്കി പറയാനും നബിതങ്ങളെ വിളിച്ചു തേടാനും ഒതുവെടുത്ത് നിസ്കരിച്ചിട്ട് ആ സൽക്കർമ്മം ചെയ്യാൻ, ആ പുണ്യം ചെയ്യാൻ ഉപദേശിച്ചതാരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് പ്രചരിപ്പിച്ചതിനാൽ മുൻപല്ല് പൊട്ടിത്തെറിക്കേണ്ടി വന്ന, തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിക്കേണ്ടി വന്ന, കാലിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചിട്ടും അതിൽ നിന്ന് പിൻവാങ്ങാത്ത, പോരാ കഴുത്തിന് മുണ്ടിട്ടിട്ട് മുശ്രിക്കീങ്ങൾ പിടിച്ചു വലിച്ച് മുറുക്കിയപ്പോഴും അതിൽ നിന്ന് പിൻവാങ്ങാതെ സത്യത്തിന്റെ പ്രചരണവുമായി മുന്നോട്ട് നീങ്ങിയ തൗഹീദിന്റെ ഏറ്റവും വലിയ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ വിളിക്കാൻ, നബിയോട് തേടാൻ, നബി തങ്ങളെ അടയാളനാക്കാൻ ഉപദേശിച്ച സംഭവം ഹദീസിന്റെ കിതാബുകളിലുള്ളത് സഹീഹാണെന്ന് പറഞ്ഞത് പേരോടല്ല, ശൈഖുന കാന്തപുരമല്ല, മർഹൂം കണ്യത്തുസ്താദല്ല. ആ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞത് എ ക്ലാസ് മുജാഹിദ് മൗലവി നാസറുദ്ദീൻ അൽബാനിയാണ് കേട്ടോ. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും മക്കയിലും മദീനയിലും 20 റകഅത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോൾ മുസ്ലിമീങ്ങളെ റമളാനിന്റെ മഹത്തായ രാത്രിയിൽ മുസ്ലിങ്ങളുടെ പള്ളിയിൽ തർക്കവും ഭിന്നതയും അനൈക്യവും തല്ലും നടക്കണം എന്ന് മനസ്സിലാക്കി മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന മുജാഹിദിന ആശയം സ്ഥിരീകരിക്കാൻ വേണ്ടി ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത നാസറുദ്ദീൻ അൽബാനിയാണ് ഈ റസൂലുള്ളാഹിനെ വിളിച്ചു തേടാൻ നബിതങ്ങൾ പറഞ്ഞ ഹദീസ് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയത്. മിസ്കാത്തിന്റെ അടിക്കുറിപ്പിൽ വരെ അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പ് കാണാം. ഒരു വ്യക്തിക്കും തർക്കമില്ല, നബിയെ വിളിക്കണം, പറയണം, വിളിക്കാൻ പറയാം. പിന്നെ ചിലർക്കൊരു സംശയം, മരിച്ചവരെ വിളിക്കാവോ? അത് ലോകത്ത് അങ്ങനെ ഒരു വിഡ്ഢിത്തം പറഞ്ഞവർ പുത്തൻവാദികളല്ലാതെ ലോകത്ത് ആരുമില്ല. മരിച്ചവരെ വിളിച്ചുകൂടാ. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഞാനിപ്പോൾ ഇവിടെ കയറിയിട്ട് അസ്സലാമു അലൈക്കും, നിങ്ങളാരെയും വിളിച്ചിട്ടില്ല. സഹസ്യരെ അസ്സലാമു അലൈക്കും ഞാൻ പറഞ്ഞില്ല. വെള്ളിയാഴ്ച ഖുത്ബക്ക് വന്ന ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ് എന്നാ പറഞ്ഞേ. സലാം ചെല്ലുമ്പോൾ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ് സലാം പറയേണ്ടത്, വിളിച്ചിട്ടല്ല. പക്ഷേ മരിച്ചവരെ വിളിച്ച് സലാം പറയണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം അങ്ങനെ ഒരു സംശയം തന്നെയാണ്. സലാം ചെല്ലുമ്പോൾ സാധാരണ ആൾക്ക് വിളിച്ച് സലാം ചെല്ലണ്ട, പക്ഷെ മരിച്ചവർക്ക് സലാം പറയണോ വിളിച്ചിട്ട് പറയണം. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻശാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഇങ്ങനെ മരിച്ചവരെ വിളിച്ച് സലാം പറയണോ എന്ന് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചവരെ വിളിച്ചുകൂടാന്ന് ഏത് അബൂജഹലാണ് പഠിപ്പിച്ചത്? മരിച്ചവരെ വിളിച്ചുകൂടാന്ന് ഏത് IS കാരനാണ് പഠിപ്പിച്ചത്? ഞങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചവരെ വിളിച്ച് അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻശാഅല്ലാഹു ബിക്കും മുസ്ലിമൗല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു
വിളിക്കാതെ മുസ്ലിമായി നിസ്കരിച്ച് ജീവിക്കാൻ കഴിയോ? അപ്പൊ 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഭൗതിക ലോകത്തോട് ബാഹ്യമായി വിട പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് മരിച്ചവരെ വിളിച്ചേക്കും യാ അഹ്ലൽ ഖുബൂർ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വൈനാ പറയേണ്ടത് മൗലവിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ വറദ്ദല്ലാഹു റൂഹി ഫാറുദ് അലൈഹി സലാം. എവിടുന്ന് മൂന്നിയൂർന്ന് വിളിച്ചാലും ശരി, നിങ്ങൾ ചമ്മാടെന്ന് വിളിച്ചാലും ശരി, അമേരിക്കയിൽ നിന്ന് വിളിച്ചാലും ശരി, എൻ്റെ ഉമ്മത്തുകൾ മുഅ്മിനീങ്ങൾ വഫാത്തിൻ്റെ ശേഷം എന്നെ വിളിച്ചാൽ അതിന് ഉത്തരം ചെയ്യാനുള്ള സംവിധാനം എനിക്ക് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടാകും. നിങ്ങളതുകൊണ്ട് ഞാൻ കേൾക്കൂല എന്ന് വിചാരിക്കേണ്ട. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ അവരെ നിങ്ങൾ സ്വീകരിക്കുകയും വേണ്ട. അവർ IS കാരാണ്, അവർ ഇസ്ലാമിൻ്റെ ആളുകളല്ല. അതുകൊണ്ട് ആ തീവ്രവാദികളെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞ് വിശ്വസിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, യാതൊരു സംശയവും വേണ്ട, ഞാൻ മടക്കുകയും ചെയ്യും. കേൾക്കൽ മാത്രമല്ല, മടക്കുകയും ചെയ്യും. സലാം പറഞ്ഞാൽ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി കണ്ട മുമ്പിലുള്ള സഹാബികൾ റസൂലുള്ളാഹിനെ വിളിച്ചതല്ലേ മൗലിദ് ഓതുമ്പോൾ അയ്യുഹൽ മബ്ഊസു ഫീനാ എന്ന് ചോദിക്കണ്ട. വഫാത്തിൻ്റെ ശേഷവും 5 നേരം വിളിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് മുസ്ലിം ഉമ്മത്ത്. അയ്യുഹൽ മബ്ഊസു ഫീനാ റബീഉൽ അവ്വൽ 12 മൗലിദ്, അതും മദീനയിൽ. ആ മൗലിദിൽ സഹാബത്ത് പറയുന്ന വാക്ക്, ഓ നബിയേ, തങ്ങളുടെ ജന്മനാട്ടിലുള്ള വിവരമില്ലാത്ത അവിശ്വാസികൾ ചെയ്തത് മുഴുവനും തമ്മാടിത്തമായി പോയി. അവർ ചെയ്തത് മുഴുവനും വിവരക്കേടായി പോയി. കാരണം പറയേണ്ടതില്ലല്ലോ, അവിടുന്ന് കൊണ്ടുവന്ന പ്രസ്ഥാനം അത് നിരാകരിക്കേണ്ട പ്രസ്ഥാനമല്ല, അംഗീകരിക്കേണ്ട പ്രസ്ഥാനമാണ്. ജിതാബിൽ അംരിൽ മുതാഇ, അനുസരിക്കപ്പെടേണ്ടുന്ന അംഗീകരിക്കപ്പെടേണ്ടുന്ന ആശയവുമായിട്ടാണ് അവിടുന്ന് വന്നത്. തങ്ങൾ ഒരിക്കലും തന്നെ നിരാകരിക്കേണ്ട ഒരാശയവും പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും വലിയ ആശയം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആകാശങ്ങളും ഭൂമികളും നക്ഷത്രങ്ങളും ഗാലക്സികളും മരങ്ങളും മലക്കുകളും മനുഷ്യരും ജിന്നുകളും സസ്യങ്ങളും മത്സ്യങ്ങളും ഇടജന്തുക്കളും വന്യമൃഗങ്ങളും എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ഞാനൊരു സാധാരണ മനുഷ്യനല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ലോകസൃഷ്ടാവായ അല്ലാഹു എൻ്റെയും അതെ അവൻ്റെയും അതുപോലെ ജനങ്ങളുടെയും സൃഷ്ടികളുടെയും ഇടയിൽ മധ്യവർത്തിയായി നിയോഗിച്ചയക്കപ്പെട്ടുള്ള വ്യക്തിയാണ് ഞാനൊരു സാധാരണ മനുഷ്യനല്ല. ഇതാണല്ലോ അവിടുന്ന് പഠിപ്പിച്ച ഏറ്റവും മഹത്തായ ആശയം. ആശയത്തോടുകൂടെ അവിടുന്ന് പഠിപ്പിച്ച ഏത് വിഷയം നിങ്ങളെടുത്തോ, 5 നേരത്തെ നിസ്കാരം എടുത്തോ, അത് ആരോഗ്യത്തിന് ഗുണകരമല്ലേ? അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ആരോഗ്യത്തിന് ഗുണകരമല്ലേ? സക്കാത്ത് അത് പാവപ്പെട്ടവർക്ക് സഹായമല്ലേ? നോമ്പ് എന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമല്ലേ? ഹജ്ജ് എന്ന് പറയുന്നത് അതിനെത്ര പണം ചെലവഴിച്ചാലും ലോകം മുഴുക്കയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മുഴുവൻ ജനങ്ങളുമായും ബന്ധപ്പെടാനുള്ള, എല്ലാ ജനങ്ങളെയും പരിചയപ്പെടാനുള്ള നല്ല ഒരു ചാൻസ് അല്ലേ? ഭൗതികമായി ചിന്തിച്ചാൽ ആത്മീയമായി ചിന്തിച്ചാലും ഇസ്ലാമിൻ്റെ കർമ്മങ്ങളിൽ എവിടെയെങ്കിലും നിരാകരിക്കേണ്ടതുണ്ടോ? ഇനി ചോദിക്കട്ടെ, അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ പലിശ ചൂഷണമല്ലേ? അതാ വിരോധിക്കേണ്ടതല്ലേ? മദ്യപാനം വളരെ നാശമല്ലേ? ആത്മഹത്യ എന്ന് പറഞ്ഞത് വലിയ ദോഷമല്ലേ? എങ്ങനെ അവിടുന്ന് വിരോധിച്ച ഏത് വിഷയമുണ്ടെങ്കിലും ശരി, അത് പരസ്പരം കുറ്റം പറയുന്ന ഗീബത്താണെങ്കിലും ശരി, സ്നേഹിക്കുന്നവരെ അകറ്റിക്കളയാൻ വേണ്ടി പറയുന്ന നമീമത്താണെങ്കിലും ശരി, തർക്കം വലിച്ചിട്ട് മുസ്ലിമീങ്ങളെ മനസ്സ് ദുഷിപ്പിക്കാനുള്ള താർക്കികളുടെ
വെല്ലുവിളികളാണെങ്കിലും ശരി, അല്ലാഹു ജല്ല ജലാലുഹു വിരോധിച്ച നബിതങ്ങൾ വിരോധിച്ച എല്ലാ കാര്യങ്ങളും സുഹൃത്തുക്കളെ നിരാകരിക്കേണ്ടത് തന്നെയല്ലേ. മാതാപിതാക്കളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതല്ലേ. കുട്ടികളോട് കാരുണ്യം വേണ്ടതല്ലേ. അതേ ഭാര്യമാരെ പീഡിപ്പിക്കാതെ ജീവിക്കേണ്ടതല്ലേ. ഭാര്യമാര് ഭർത്താക്കന്മാരെ വഞ്ചിക്കാതെ നീങ്ങേണ്ടതല്ലേ. അയൽവാസികൾക്ക് നന്മ ചെയ്യേണ്ടതല്ലേ. കുടുംബ ബന്ധം ചേർക്കേണ്ടതല്ലേ. അതേ ഏത് വിഷയത്തിലാണ് അവിടുന്ന് പഠിപ്പിച്ച എന്തെങ്കിലും ഒരു വിഷയം എവിടെയാണ് നിരാകരിക്കേണ്ടതുള്ളത്, എവിടെയാണ് അവിടുന്ന് വിരോധിച്ചൊരു കാര്യം ആവശ്യമുള്ളത്, അവിടുന്ന് കൽപ്പിച്ചൊരു കാര്യം എന്താണ് നിഷേധിക്കേണ്ടതുള്ളത്? ഇല്ലല്ലോ സുഹൃത്തുക്കളെ. ആ നബിതങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ വിഷയങ്ങളും അംഗീകരിക്കപ്പെടേണ്ടതാണ്, അനുസരിക്കപ്പെടേണ്ടതാണ്. അത് സഹാബത്ത് അന്ന് തന്നെ മൗലിദിൽ പ്രഖ്യാപിക്കുകയാണ്. മൗലിദ് പരിപാടികൾ അള്ളാന്റെ ദീനിന്റെ പ്രചരണത്തിനാണ്, നബിതങ്ങളെ മഹത്വം പറയാനാണ്, ജനങ്ങളെ മനസ്സുകൾ അല്ലാഹുവിന്റെ റസൂലിലേക്കും ദീനുൽ ഇസ്ലാമിലേക്കും ജനങ്ങളെ മനസ്സുകളെ വിളിക്കാനാണ്. അതുകൊണ്ട് അന്ന് തന്നെ സഹാബത്ത് മൗലിദ് പരിപാടി എങ്ങനെ വേണമെന്നത് ലോകത്തിന് ശരിക്കും പഠിപ്പിക്കുകയാണ്. നബിയെ വിളിക്കണം, പറയണം, ഇസ്ലാമിന്റെ മഹത്വം പറയണം, നബിതങ്ങളുടെ ശ്രേഷ്ഠത പറയണം. അതെല്ലാം അതേ മൗലിദിൽ ഉൾക്കൊള്ളുന്ന സത്യങ്ങളാണ്. സത്യമല്ലാതെ ഒന്നും മൗലിദിലില്ല. അത് തന്നെയാണ് സുഹൃത്തുക്കളെ. അയ്യുഹൽ മബ്ഊസു ഫീനാ ജിതാബിൽ അംരിൽ മുതാഇ. അതേ സഹാബത്ത് അന്ന് തന്നെ മൗലിദിൽ പ്രഖ്യാപിക്കുകയാണ്. ജിതശറഫ്തൽ മദീന മർഹബാ യാ ഖൈറദാഇ. മൗലിദിൽ മർഹബ പാടണം, മൗലിദിൽ മർഹബ ചൊല്ലി കാണിച്ചു തരികയാണ്. അതേ ജിതശറഫ്തൽ മദീന. തങ്ങൾ വന്നപ്പോൾ ഈ മദീന എന്ന ഭൂമി പുണ്യഭൂമിയായി പോയി. അവിടുന്ന് വന്നാൽ അവിടുന്ന് ശ്വസിക്കുന്ന വായു പുണ്യവായുവാണ്, അവിടുന്ന് ചവിട്ടുന്ന മണ്ണ് പുണ്യമണ്ണാണ്, അവിടുന്ന് വരുന്ന നാട് പുണ്യനാടാണ്. ജിതശറഫ്തൽ മദീന. അവിടുന്ന് വന്നു, മദീന പുണ്യഭൂമിയായി. മർഹബാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ വരവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾ എതിരേൽക്കാതിരിക്കുമോ? ഞങ്ങൾ സ്വാഗതം ചെയ്യാതിരിക്കുമോ? ഈമാൻ മനസ്സിന്റെ അടിത്തട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ജന്മത്തെ സ്വാഗതം ചെയ്യാതിരിക്കുമോ? അവിടുത്തെ വരവിനെ സ്വാഗതം ചെയ്യാതിരിക്കുമോ? അവിടുത്തെ ആശയത്തെ സ്വാഗതം ചെയ്യാതിരിക്കുമോ? മർഹബാ യാ ഖൈറദാഇ. السابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. സഹാബത്തിനെ പിന്തുടർന്നവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഐഎസ്കാര് തൃപ്തിപ്പെട്ടിട്ടില്ല, ഭീകരവാദികൾ തൃപ്തിപ്പെട്ടിട്ടില്ല. അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു സഹാബത്തിനെ പിന്തുടർന്നവരെ. നിങ്ങൾ ഐഎസിന്റെ തൃപ്തി നോക്കുന്നു, അല്ല സഹാബത്തിന്റെ വഴി പിന്തുടർന്ന് അള്ളാഹുവിന്റെ തൃപ്തി നോക്കുന്നു. ഇത് മാത്രമേ മുസ്ലിമീങ്ങൾ നബിദിനത്തിന്റെ വിഷയത്തിൽ ചിന്തിക്കേണ്ടതുള്ളൂ, മൗലിദിന്റെ കാര്യത്തിൽ ചിന്തിക്കേണ്ടതുള്ളൂ. ഓ മുസ്ലിമീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരാനാണ് കൽപ്പന. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് നേരത്തെ ഉസ്താദ് ഓതി. അതിലൊന്നാമത്തെ വ്യക്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൗലിദിന് അംഗീകാരം കൊടുക്കുന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഈ പാടിയതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നു. പോരാ, ആ നബിതങ്ങൾ മരണപ്പെട്ടു പോയവരെ സ്നേഹിക്കാൻ എന്ത് വേണമെന്ന് മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന ധാരാളം സംഭവങ്ങളിൽ ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട്.
ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് വലിയ സ്നേഹം, പക്ഷേ മരണപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലാകിൻ കാന യുക്സിറു ദിക്റഹാ, ഖദീജ ബീവിയുടെ ധാരാളം മദ്ഹുകൾ പറയുന്നു. സ്നേഹം പ്രകടിപ്പിക്കൽ മദ്ഹ് പറഞ്ഞിട്ടാ. പിന്നെയോ റുബമാ ദബഹ സാത ഫയുഖത്തിഉഹാ അല്ലാൻ ثم يبعث الى صدائق ഖദീജ, ആട്ടിനെ അറുത്തിട്ട് ഭക്ഷണം, മാംസം അറുത്താ ഭക്ഷണമായി, അറക്കുന്നതിന് മുമ്പ് ഭക്ഷണമാവില്ല. മനസ്സിലായില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാം തുടങ്ങിയ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് വർഷത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ ഭക്ഷണം കൊടുക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന. അതാണ് ഉദ്ഹിയ്യത്ത്. അവരെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ. ഒരു മുജാഹിദ് അങ്ങനെ മരിച്ചവരെ അനുസ്മരിച്ചിട്ട് ഭക്ഷണം കൊടുക്കാനൊന്നും എന്നെ കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഒട്ടകത്തെ അല്ലെങ്കിൽ പശുവിനെ അല്ലെങ്കിൽ ആട്ടിനെ ജീവനോടെ കൊടുക്കുകയാണ്. കാരണം അറുത്താ ഭക്ഷണമായി പോകും, അറുക്കുന്നതിന് മുമ്പ് ഭക്ഷണമാവില്ല. അതുകൊണ്ട് അറുത്തിട്ട് കൊടുക്കല്ല, ജീവനോടെ കൊടുക്കുക. എന്നാൽ ഉദ്ഹിയ്യത്താവൂല, ഭക്ഷണം കൊടുക്കണം. ഉദ്ഹിയ്യത്താകണമെങ്കിൽ അറുത്ത് കൊടുക്കണം. അങ്ങനെ തന്നെ അങ്ങ് കൊടുത്താൽ ഉദ്ഹിയ്യത്താവില്ല, അറുത്ത് കൊടുക്കണം. കണ്ടില്ലേ? മകൻ കുട്ടി ജനിച്ചാൽ അഖീഖത്ത് അറുത്ത് കൊടുക്കണം. ഒരാട്ടിന് അങ്ങനെ തന്നെ കൊടുത്താൽ പോരാ, കാരണം ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കാൻ ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൽക്കർമ്മം. അയ്യുൽ ഇസ്ലാമി ഖൈർ, നബി തങ്ങളോട് ചോദ്യ, ഇസ്ലാമിൽ ഏറ്റവും നല്ല പുണ്യകർമ്മം എന്താ നബിയെ? ഭക്ഷണം നൽകൽ. ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ. ഭക്ഷണം കൊടുക്കൽ ഇസ്ലാമിലെ ഏറ്റവും വലിയ പുണ്യകർമ്മം. ആ പുണ്യകർമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയ, മരണപ്പെട്ടു പോയ ഖദീജ ബീവിയുടെ സ്മരണക്കായി നിർവഹിക്കുന്നു. അതാണ് ആട്ടിനെ അറുത്ത് മാംസം കഷ്ണമാക്കി നുറുക്കി ഖദീജ ബീവിയെ സ്നേഹിക്കുന്ന കൂട്ടാളികൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു, കൊടുത്തയക്കുന്നു. അങ്ങനെയല്ലേ റബീഉൽ അവ്വൽ വന്നിട്ട് ഭക്ഷണം കൊടുത്തയക്കൽ? ഭക്ഷണം കൊടുത്തയക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പം മരണപ്പെട്ടവരെ സ്നേഹിക്കുമ്പോൾ മദ്ഹ് പറയുന്നതിൻ്റെ പുറമെ ഭക്ഷണം അവരെ അനുസ്മരിച്ചുകൊണ്ട് ഭക്ഷണം വിതരണം ചെയ്യുക. ഇതല്ലേ നമ്മുടെ മൗലിദ് പരിപാടികൾ നടക്കുന്ന കാര്യം. ഈ കാര്യത്തെക്കുറിച്ചാണ് നേരത്തെ ഉസ്താദ് അവർകൾ പറഞ്ഞത്, വഫ്അലുൽ ഖൈറ ലഅല്ലക്കും തുഫ്ലിഹൂൻ, ഖൈറായ കാര്യം നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ വിജയിക്കും. ഖുർആൻ തെറ്റിദ്ധരിക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ ഖുർആൻ തള്ളുന്നവരല്ല, ഖുർആൻ സ്വീകരിക്കാത്തവരല്ല. ഖുർആൻ സ്വീകരിക്കുന്നതിന് അവർക്കൊരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡമാണ് നേരത്തെ ഉസ്താദ് പറഞ്ഞത്. ഖുർആൻ നമ്മേക്കാൾ അറിയുന്നവർ സഹാബികളാണ്. സഹാബികളിൽ നിന്ന് പഠിച്ചവർ അവരുടെ ശിഷ്യന്മാരാണ്, അവരിൽ നിന്ന് പഠിച്ചവർ അവരെ ശിഷ്യന്മാരാണ്. അങ്ങനെ തലമുറ തലമുറയായി ഖുർആനിൻ്റെ ആശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയം കൈമാറി കൈമാറി വന്ന പാരമ്പര്യം. ആ പാരമ്പര്യത്തിലൂടെ ഖുർആൻ ഗ്രഹിക്കണം. ഭാഷാർത്ഥം നോക്കി ഗ്രഹിച്ചാൽ പറ്റൂല. ഭാഷാർത്ഥം നോക്കി ഗ്രഹിച്ചിട്ട് IS ഉണ്ടായത്. ഒരൊറ്റ സുന്നി IS ഉണ്ടായില്ലല്ലോ, പിടിച്ചില്ലല്ലോ. എന്തേ കാരണം? നമ്മൾ പാരമ്പര്യം നോക്കിയിട്ട് ഖുർആൻ മനസ്സിലാക്കും. അല്ലാത്തവർ ഭാഷാർത്ഥം നോക്കി ഭാഷാർത്ഥം നോക്കിയാൽ എവിടെ? എന്നിട്ട് ഭാഷാർത്ഥം നോക്കിയിട്ട് നമ്മളൊക്കെയുള്ള കൊഞ്ഞനം കാട്ടാൻ കുറെ പുത്തൻവാദികൾ. എന്താണ് അവരൊരു അറിവ് കിട്ടുക? അല്ലാഹു തആല അവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഒരു 100 കൊല്ലായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, വലിയ ഹോസ്പിറ്റലിൽ കയറി ചെല്ലുമ്പോ ഒരു സുന്നിയുണ്ട്, ഒരു സുന്നി അല്ലാത്തവനുണ്ട്, ഒരു IS കാരനുണ്ട്, ഒരു സുന്നി. IS കാരൻ എന്ത് ചെയ്തു? ഉദാഹരണമാണ്, കാർക്കിച്ചിട്ട് ചുമരുമേലൊരു തുപ്പ് കൊടുത്തു. സുന്നി വരും ചുമരുമ തുപ്പല്ലടോ. എന്തേ ചുമരുമ തുപ്പാൻ പാടോ? ഇവിടെ ഈ ആസ്പത്രിൻ്റെ ചുമരുമ തുപ്പ്. അപ്പൊ ഇയാള് എന്തിടെ എനിക്കും വിവരമില്ലേ, ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ച് കണ്ടില്ലേ? ചുമരുമേല് ഇവിടെ തുപ്പുക എഴുതി വെച്ചിട്ടില്ലേ? എന്നോട് തുപ്പാതെ പോകാൻ പാടുണ്ടോ? തുപ്പുക എന്ന് പറഞ്ഞില്ലേ? മാത്രമല്ല ഇവിടെ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവിടെ തുപ്പണ്ടേ? അപ്പൊ ഈ സുന്നി പറഞ്ഞോടോ, ഈ ആസ്പത്രി ഉണ്ടാക്കിയിട്ട് 100 കൊല്ലായി. ഈ 100 കൊല്ലവും അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പെയിന്റ് മാറ്റിയെന്നേ ഉള്ളൂ. തജ്ദീദ്. ആ എഴുതി വെച്ചത് കണ്ടുവന്നവരാ ഈ ആസ്പത്രി വരുന്ന മുഴുവൻ ആളും. ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യ ചുമരുമ തുപ്പിയില്ല. അവരെവിടെയാ തുപ്പിയത്?
അതിന്റെ നേരെ ചുവടെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് പൂഴിയുണ്ട്, ആ പൂഴിയിലാ തുപ്പിയ. അപ്പൊ ഇവൻ അത് നിങ്ങളെ പാരമ്പര്യമാണ്, ഈ പൂഴി തുപ്പ ചട്ടി തുപ്പ എന്നുള്ളത്. ഇത് ഞാൻ പറഞ്ഞത് എഴുത്ത് നോക്കിയിട്ടാണ് എഴുതി വെച്ചത്, ഇവിടെ എന്നാ അല്ലാതെ ചട്ടിയിൽ എന്നല്ല. അതുകൊണ്ട് ഇവിടെ എഴുതിയാ അവിടെ തുപ്പണം. ഓ IS-കാരൻ്റെ ഒരു ബുദ്ധി നോക്ക് നിങ്ങൾ. അവൻ ചുമരുമ തുപ്പി, സുന്നിയായ മനുഷ്യൻ ചട്ടി തുപ്പി. അതും തുപ്പണമെങ്കിൽ മാത്രമേ തുപ്പണ്ടു, തുപ്പിക്കൊള്ളോന്നില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട് ചെറുപ്പം ധാരണ അല്ലേ? മോനെ, നമുക്ക് മുസ്ലിമിയൊക്കെ എത്ര കല്യാണം കഴിക്കാം? മുസ്ലിമിയൊക്കെ എത്ര വിവാഹം കഴിക്കാം? നീ പേടിക്കണ്ടടാ, നീ കല്യാണം കഴിക്കാനായിട്ടില്ല. എന്നാ ഇവിടെ ചോദിക്കാം, എത്ര കല്യാണം കഴിക്കാം മുസ്ലിമി? നമുക്ക് എത്ര കല്യാണം കഴിക്കാം? നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റും? 4? പടച്ച റബ്ബേ, ഒരൊറ്റ ഒന്ന്. നമുക്ക് എത്ര കല്യാണം കഴിക്കാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, മാസത്തിൽ 2 ദിവസം തന്നെ നാട്ടിൽ പോകാൻ നേരമില്ലാത്തവർ, അതുപോലെ ഒന്നിലധികം കല്യാണം കഴിച്ചാൽ നീതി പുലർത്താൻ കഴിയാത്തവർ, അങ്ങനത്തെ ആളുകൾക്ക് 4 പറ്റൂല. നമുക്ക് ഒരൊറ്റ ഒന്ന്. ആർക്കെങ്കിലും 2 പറ്റുന്നവരുണ്ടാകാം, ആരെങ്കിലും 3 പറ്റുന്നവരുണ്ടാകാം, വളരെ ചുരുങ്ങിയ ചിലർക്ക് 4 പറ്റുന്നവരുണ്ടാകാം. അങ്ങനെ അല്ലാതെ നമുക്കൊക്കെ 4 പറ്റൂന്നല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ 4 വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാലോ, കഴിക്കണം എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം എല്ലാവരും 4 കഴിക്കണമെന്നല്ല, അനിവാര്യത ഉള്ളവർ കഴിക്കണമെന്നാണ്. ഏതുപോലെ ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ തുപ്പാണ്ട് നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ മാത്രമേ തുപ്പാവൂ, ഒട്ടാകെ തുപ്പരുത്, 4 കൂടുതൽ തുപ്പരുത് എന്നാണ്. ഈ 4ൻ്റെ അപ്പുറം പോരുത് എന്ന് അതിൻ്റെ അർത്ഥം. അല്ല 4 എല്ലാവരും കെട്ടണമെന്നല്ല. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാണത്. ഇവിടെ തുപ്പിയിട്ടേ പോകാവൂ എന്നല്ല, നിവൃത്തിയില്ലെങ്കിൽ ഇവിടെ മാത്രമേ തുപ്പാവൂ. അത് തന്നെ ചുമരുമലി എന്നല്ല, IS-കാരൻ വായിച്ച പോലെ അല്ല, മറിച്ച് മുമ്പേ തുപ്പി വരുന്നത് പോലെ. അതാ പാരമ്പര്യം നോക്കാന്ന് പറഞ്ഞത്. ഈ പാരമ്പര്യം നോക്കാതെ ഈ വാചകത്തിന്റെ അർത്ഥം നോക്കിപ്പോയാൽ വലിയ അപകടത്തിൽ ചാടും. അവിടെയാണ് എല്ലാ പുത്തൻവാദവും ജന്മം കൊള്ളുന്നത്. നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച പാരമ്പര്യം വിട്ടുകൊണ്ട് ഖുർആൻ ഗ്രഹിക്കാനിറങ്ങി, സ്വന്തം തന്നെ അർത്ഥം വെക്കാൻ തുടങ്ങി, സ്വന്തം തന്നെ മനസ്സിലാക്കാൻ തുടങ്ങി. പോയി ചാടി ഈ കുഴിയില്, വലിയ കുഴിയിൽ പോയി ചാടി. അപ്പതാ മൗലവിന്റെ ക്ലാസ് കേട്ടവൻ IS. എവിടെയാ മുസീബത്ത് വന്നത്? മുൻഗാമികളെ നോക്കില്ലേ, എന്ത് സുഖണ്ടി നമുക്കെന്നറിയോ? സുന്നികൾക്ക് എന്താ സുഖം എന്നറിയോ? കാരണം നമ്മളങ്ങനെ ആര് ഖുർആൻ ക്ലാസ് എടുത്താലും ഹദീസ് ക്ലാസ് എടുത്താലും, അത് നേരത്തെ ഉസ്താദ് പറഞ്ഞത്, നമ്മൾ ആ ഖുർആൻ ക്ലാസ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നോക്കും നമ്മുടെ മുൻഗാമികൾ എന്താ ചെയ്തത്. നമ്മൾ നോക്കുക. മർഹൂം കണ്യത്ത് ഉസ്താദ്, മർഹൂം കീന ഉസ്താദ്, മർഹൂം സദഖത്തുൽ ഉസ്താദ്, മർഹൂം EK ഉസ്താദ്, മർഹൂം താജുൽ ഉലമാ ഉള്ളാൾ തങ്ങൾ, അവരൊക്കെ നമ്മൾ കണ്ട വലിയ വലിയ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ ഇവിടെ തീവ്രവാദം പ്രസംഗിച്ചോ, അല്ലെങ്കിൽ ഹൈന്ദവർക്കെതിരെയോ ക്രിസ്ത്യാനികൾക്കെതിരെയോ നിങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കി ഇറങ്ങി അവരെയൊക്കെ തട്ടിക്കുമെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ പറഞ്ഞോ? ഇല്ല, അവർ പറഞ്ഞില്ല. അവരെ നേരെ മുൻഗാമികൾ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ, പാറക്കടവത്ത് വലിയ ഖാദി നവറല്ലാഹു മർഖദ, ചാലിയത്ത് അഹ്മദ് കോയ നവറല്ലാഹു മർഖദ, അങ്ങനെ ആ നമ്മൾ കണ്ട പണ്ഡിതന്മാരുടെ ഗുരുവര്യന്മാർ എന്തായിരുന്നു അവരെ പതിവ്? പാറക്കട്ട് വലിയ ഖാദി എന്ന് പറയുന്ന മഹാൻ എന്നോട് എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള ചാത്തു പറയാണ്, കുട്ടിക്കാലത്ത് ചാത്തു എൻ്റെ വീട്ടിൽ തെങ്ങ് കയറുന്ന ആളാണ്. ഏകദേശം 2 ഏക്കറോളം ഭൂമിയുണ്ട് എൻ്റെ തറവാട് വീട്ടിൻ്റെ പറമ്പ്. അവിടെ 2 ദിവസമായിട്ട് കയറി തീർക്കും അയാൾ. ആ ചാത്തു അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ കരിക്കിന് കൊട്ട വെക്കണം, അത് ഓല കൊണ്ട് മടഞ്ഞിട്ട് കൊട്ട വെക്കണം. നന്നായിട്ട് കൊട്ട വെക്കാൻ മടയാൻ അറിയുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഞാനിങ്ങനെ കൊട്ട ഇങ്ങനെ മടഞ്ഞു കൊടുക്കും, അയാളിങ്ങനെ വെക്കും. ആ സമയത്ത് ചാത്തു പറയുന്ന ചില ചരിത്രങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഈ കുന്നുകളൊക്കെ ഞങ്ങൾ കാട് വെട്ടി തെളിയിച്ച് തെങ്ങ് വെച്ചതാ. അപ്പോഴൊന്നും ഞങ്ങൾക്കൊരു പേടിയില്ല. വലിയ പാമ്പൊക്കെ കടിക്കും ചിലപ്പോൾ, ഒരു പേടിയില്ല. കാരണം പാറക്കടവ് വലിയ കാലിയാരുണ്ട്, വലിയ കാലിയാർ ഉപ്പാപ്പ. ഈ വലിയ കാലിയാർ ഉപ്പാപ്പ ഉള്ളപ്പോൾ
നമുക്കൊന്നും പേടിക്കണ്ട. നമ്മൾ ചെന്നാൽ ഉടനെ തന്നെ ഒരു വെള്ളം മന്ത്രിച്ചീറും. പിന്നെ അതോടുകൂടെ വിഷം ഏതാണെങ്കിലും അതോടെ ശരി ഇറങ്ങിക്കോളും. നമുക്കൊരു പേടിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വലിയ കാലിയാരുപ്പാപ്പ ഖുർആൻ പഠിച്ചതാ. പക്ഷേ ഒരമുസ്ലിം സഹോദരനായ ബഹുദൈവ വിശ്വാസിയായ ചാത്തു വെള്ളം മന്ത്രിച്ചിട്ട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുമ്പോൾ വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയാണ്. നേരെ മറിച്ച് ചില വിവരമില്ലാത്തവർ ഖുർആൻ ക്ലാസ് എടുത്തിട്ട് വഖ്തുലൂഹും ഹൈതു വജത്തുമൂഹും തട്ടിക്കളയൂ എന്ന് ഖുർആനിന് ദുർവ്യാഖ്യാനം ചെയ്ത് അർത്ഥം പറയുന്ന തീവ്രവാദിയാകുന്ന ബിദ്അത്തുകാരൻ, മുബ്തദി, കടുത്ത മുബ്തദി. ആ മുബ്തദിന്റെ മഅന പാറക്കടവ് വലിയ ഖാദിയാര് മനസ്സിലാക്കിയില്ല. ഷാത്ത് പറയാണ്, ഞങ്ങള് ശംസുൽ ഖുത്ബിത്തങ്ങള് വലിയ ഖാദിയാരെ പോലത്തെ ആലിമീങ്ങൾ അന്ന് പോവുക. അന്ന് വലിയ വലിയ 4 സ്റ്റാറ്റസ് ഉള്ള ആളുകൾ പോകുന്ന വാഹനത്തിന്റെ പേര് മഞ്ചല്. വയസ്സുള്ള ആളുകളോട് ചോദിച്ചാൽ അറിയും മഞ്ചല്. ഞാൻ മഞ്ചല് കണ്ടിട്ടുണ്ട്, മഞ്ചല് പോകുന്നതും കണ്ടിട്ടുണ്ട്. എനിക്കുണ്ട് വയസ്സ് കുറച്ചൊക്കെ. അപ്പോ അതിൻ്റെ മുമ്പ് ഉള്ളവർ വളരെ കൂടുതൽ കണ്ടു മഞ്ചല്. അതിലാണ് അന്നത്തെ വലിയ വലിയ ജഡ്ജിമാർ, അതുപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, വലിയ പണക്കാരൊക്കെ മഞ്ചലിൽ പോവും. എന്നാൽ അതിനെ കാണാൻ ചോറുള്ള മഞ്ചലിൽ അന്നത്തെ ആലിമീങ്ങൾ പോവും. മനസ്സിലായില്ലേ? ഇന്നത്തെ പോലത്തെ അസൂയക്കാരൊന്നുമില്ല. ആലിമീങ്ങൾ ഒരു നല്ല വണ്ടി പോകുമ്പോഴേക്ക് പിന്നെ സ്റ്റേജ് കയറിയിട്ട് ഇങ്ങനെ ഹാലളെന്ന് വരില്ലേ, അങ്ങനത്തെ അസൂയക്കാരൊന്നുമില്ല. ആലിമീങ്ങൾക്ക് എത്ര ബഹുമാനം കിട്ടുമ്പോൾ അവർക്ക് വലിയ സന്തോഷം. മുഅ്മിനീങ്ങൾ അങ്ങനെ. അപ്പം മഞ്ചലിൽ പോവും. മഞ്ചലിൽ കൊണ്ടുപോകുന്നത് ആര്? ചാത്തു, കണ്ണൻ, കൃഷ്ണൻ, ബാലൻ, അവരൊക്കെ കൂടിയിട്ട് മഞ്ചലെടുക്കുന്നു. മഞ്ചൽ കൊണ്ടുപോകുമ്പോൾ അന്നൊരാചാരമുണ്ട്. മഞ്ചൽ കൊണ്ടുപോകുന്ന സമയത്ത് മരിച്ചിട്ട് ചിലപ്പോൾ മയ്യത്തും കൊണ്ടുപോകും. അങ്ങനെ തന്നെ മരിച്ചിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ മിണ്ടൂല. അവരെ അന്നത്തെ ആചാരം അങ്ങനെ. കാരണം കണ്ണും ചാത്തലും കൊണ്ടുപോകുമ്പോൾ എന്തായാലും ലായിലാഹില്ല എല്ലൂലല്ലോ, തരക്കടില്ല. ലായിലാഹില്ല കൊണ്ടുപോകുകയാണെങ്കിൽ അതൊരു സുന്നത്താന്ന് വിചാരിക്കായിരുന്നു. അപ്പോൾ പിന്നെ അവരെങ്ങനെ കൊണ്ടുപോവുക? മിണ്ടാതെ. അതേ സമയത്ത് അവർ പ്രമുഖന്മാരായ ആളുകളെ മഞ്ചലിൽ കൊണ്ടുപോകുമ്പോൾ നല്ല ഒരു മൂളക്കം മൂളിയിട്ട് ഒരു ചെറിയ മൂളക്കത്തോടു കൂടിയാണ് കൊണ്ടുപോവുക. അപ്പോൾ ഞങ്ങളിങ്ങനെ കാലിയാരൊക്കെ മഞ്ചലിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹാർദ്ദം? ഇവിടെയാണ് നമ്മുടെ മുൻഗാമി. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം എടുത്തോളൂ നിങ്ങൾ, അതിൻ്റെ മേലെ അങ്ങോട്ട്. നിങ്ങൾ ഈ അടുത്തല്ലേ മമ്പർന്നങ്ങളും കോന്തുനായരും ചർച്ച ചെയ്തത്? നിങ്ങളുടെ നാട്ടിലല്ലേ ചർച്ച ചെയ്തത്? അപ്പോൾ മമ്പർന്നങ്ങൾ എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത്? ശൈഖ് ജിഫ്രി തങ്ങളും സാമൂതിരി രാജാവും ശൈഖ് ജിഫ്രി തങ്ങൾ എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത്? മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും എങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത്? ഇനി അങ്ങോട്ട് പോകാൻ നമ്മൾ ഫത്ഹുൽ മുഈനി കിതാബുൻ സൈനുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. ഫത്ഹുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു കിതാബുൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഭാഗം തന്നെ ഫത്ഹുൽ മുഈനിലുണ്ടല്ലോ. അപ്പൊ മഹാനവറുകൾക്ക് ജിഹാദ് അറിയില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇവിടെ എത്രയോ അമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് മഹാനവറുകൾ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയത് എന്തിനാണ്? അമുസ്ലിമീങ്ങളോട് പോരാടാനല്ല, മറിച്ച് ഐദേശിക ആധിപത്യം വന്ന് നമ്മുടെ രാജ്യത്തെ കാർന്ന് നശിപ്പിക്കുന്നത് കണ്ടപ്പോ ഇവിടെയുള്ള അമുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒന്നിച്ച് ആ വൈദേശികാധിപത്യത്തിനെതിരെ പോരാടാനാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതിയതെങ്കിൽ ചോദിക്കട്ടെ, ഫത്ഹുൽ മുഈനിൽ പറഞ്ഞ ജിഹാദ് സൈനുദ്ദീൻ മഖ്ദൂമിനേക്കാൾ അറിയുന്ന പണ്ഡിതനാരാണ്? അപ്പൊ ഫത്ഹുൽ മുഈൻ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? മുജാഹിദുകൾ മനസ്സിലാക്കിയത് പോലെ മനസ്സിലാക്കരുത്. മുജാഹിദ് ഫത്ഹുൽ മുഈൻ നോക്കി മഖബറ പൊളിക്കണമെന്നുണ്ട് ഫത്ഹുൽ മുഈനിൽ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഫത്ഹുൽ മുഈനിൽ അങ്ങനെ ഇല്ല. ഫത്ഹുൽ മുഈനിൽ വസിയ്യത്തിന്റെ ബാബ് നോക്കിയാൽ മഹാന്മാരുടെ മഖബറകൾ ഇമാറത്ത് ചെയ്യുന്നത്, അതിന്റെ മേലെ ഖുബ്ബ ഉണ്ടാക്കുന്നത് അത് പുണ്യകർമ്മമാണ് എന്നുള്ളത്. പൊളിക്കണമെന്നല്ലേ? പിന്നെ
വേറെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു മക്ബറ പൊളിക്കണമെന്ന്. അതേതാണെന്നറിയോ? അനധികൃതമായ സ്ഥലത്ത് മക്ബറ കെട്ടിണ്ടാക്കിയാൽ പൊളിക്കണമെന്ന്. അത് പള്ളി ഉണ്ടാക്കിയാലും പൊളിക്കണോ? മക്ബറക്ക് മാത്രമല്ല, അനധികൃതമായ ഒരുത്തൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരുത്തൻ പള്ളി ഉണ്ടാക്കിയാൽ പള്ളി പൊളിക്കണ്ടേ? അത് മക്ബറയായതുകൊണ്ട് പൊളിക്കാൻ പറഞ്ഞതല്ല, ജാറമായതുകൊണ്ട് പൊളിക്കാൻ പറഞ്ഞതല്ല. അത് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന് അറിയാം. അതുകൊണ്ട് ആ ഫത്ഹുൽ മുഈൻ രചിച്ച സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അത് നന്നായി പഠിച്ച ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹു അത് പഠിപ്പിച്ചു കൊടുത്ത ഇബ്നു ഹദൽ ഹൈതമി റളിയല്ലാഹു അൻഹു മദീനയിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ജാറത്തിങ്കിൽ ചെന്നിട്ട് അതാ മുജാഹിദിൻ്റെ മൗലവി പറഞ്ഞതുപോലെ ഭരണം കിട്ടിയാൽ ഞങ്ങളിത് പൊളിക്കൂന്നവർ പറഞ്ഞില്ല. കാരണം ഫത്ഹുൽ മുഈൻ വേണ്ടതുപോലെ ഗ്രഹിച്ചത് അവരാണ്, തുഹഫ രചിച്ചത് അവരാണ്, മുഴുവൻ ഗ്രന്ഥങ്ങളും രചിച്ചത് അവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഫത്ഹുൽ മുഈനിൽ ജിഹാദ് കൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്, തുഹ്ഫയിൽ വിവക്ഷിക്കുന്നത് എന്താണ്, സർവ്വ കിതാബുകളിലും പറഞ്ഞ ജിഹാദ് എന്താണ്, അതറിയുന്ന മഹാന്മാർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ മുജാഹിദ് ഫത്ഹുൽ മുഈനിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചിട്ട് മഖ്ബറ പൊളിക്കണമെന്ന് പറഞ്ഞാൽ ഫത്ഹുൽ മുഈൻ അതിന് ഉത്തരവാദിയല്ല. ഇതുപോലെ ഫത്ഹുൽ മുഈൻ ഓതിയവരും ഓദിച്ചവരുമാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ. അവർ നിസ്കാരം കഴിഞ്ഞ ഉടനെ ബലത്ത് മമ്മൂമിങ്ങൾ എടുത്ത് അങ്കിബിലയിലാക്കി തിരിഞ്ഞിരുന്നിട്ട് ദ്വാരെന്ന് കാണിച്ചു തന്നു. കാരണം ഫത്ഹുൽ മുഈനിലുണ്ട് മീനും മമ്മൂമിൻ സമയത്ത് ഇമാമിൻ്റെ ദ്വാ വെക്കുന്ന മമ്മൂമിങ്ങൾ ആമീൻ പറയണോ, ഇങ്ങനെ തിരിഞ്ഞിരിക്കണമെന്നുണ്ട്. മുജാഹിദികൾ എന്ത് വന്നു? ഫത്ഹുൽ മുഈനിലുണ്ട് എന്താണ്, ഇമാമ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളണം. അങ്ങനെയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പൊന്നാനി പള്ളിയിൽ അത് നടപ്പാവും. ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയത് അവിടെ നടപ്പായിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ഇമാമികളെ കിതാബ? മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. ഇത് ഓരോ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇനിയും 100 ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഇതുപോലെ പരിശുദ്ധ ഖുർആനും ഹദീസും മുൻഗാമികളെ ഉദ്ധരണികളും നമ്മുടെ മുൻതലമുറയിലെ പണ്ഡിതന്മാരെങ്ങനെ കാണിച്ചു തന്നു, അവരെങ്ങനെ നമുക്ക് നടപ്പാക്കി കാണിച്ചു തന്നു, അത് നോക്കി മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, എല്ലാവരുടെ ജുമയും ബാത്തിലാക്കുന്നൊരു ഏർപ്പാട് മലയാളത്തിൽ ഖുത്ബ ഓതുക. സുബ്ഹാനല്ലാഹ്, മുജാഹിദിന് എന്താ പറയുള്ളറിയോ? മുജാഹിദ് പറയുന്നത് എന്താ അറിയോ? ഹേയ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 ബിരിയാണി വെച്ചിട്ടില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം മലയാളത്തിൽ ഖുത്ബ ഓതിനോ? നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുത്ബ ഓതിയിരുന്നോ? ഖുത്ബ ഓതിയിരുന്ന ഭാഷയിലല്ലാതെ നിസ്കരിച്ചിരുന്നോ? നിസ്കാരത്തിനൊരു ഭാഷ, ഖുത്ബക്കൊരു ഭാഷ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലുണ്ടോ? സഹാബികളിൽ ആരുടെങ്കിലും ജീവിതത്തിലുണ്ടോ? അവിടുന്ന് ഇങ്ങോട്ട് 1300 കൊല്ലത്തിലെടുക്ക് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ ജീവിതത്തിലുണ്ടോ ഖുത്ബക്കൊരു ഭാഷ, ജുമഅക്കൊരു ഭാഷ? അതെവിടുന്ന് വന്നു? മുജാഹിദിന്റെ IS-ന്റെ ആളുകൾ യോഗം ചേർന്ന് തീരുമാനിച്ചു അള്ളാഹിന്റെ ശരീഅത്ത് മാറ്റാൻ, നിസ്കാരത്തിന്റെ നിയമം മാറ്റാൻ, അല്ലേ? അങ്ങനെ മലയാള ഖുത്ബ ഓതിയാൽ നിസ്കാരം ബാത്തിലാണെന്നതിന് ബുഖാരിയിലെ ഹദീസല്ലേ ഇമാം നവവി തങ്ങൾ തെളിവ് പറഞ്ഞത്? അത് പേരോട് തുന്നിച്ചേർത്തതല്ലല്ലോ. പേരോട് ജനിക്കുന്നതിന്റെ 800 കൊല്ലം മുമ്പുള്ള കിതാബിലല്ലേ, ശറഹുൽ മുഹദ്ദബിൽ. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ പൊളിച്ചെഴുതാൻ വന്ന, ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ വന്ന പുത്തൻവാദികളുണ്ടല്ലോ, അവരതാ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളും പരിശുദ്ധ ഖുർആനും ദുർവ്യാഖ്യാനം ചെയ്ത് കൺഫ്യൂഷനാക്കി മുസ്ലിമീങ്ങളെ ദീന് നശിപ്പിക്കാനിറങ്ങി. എന്നിട്ട് ഒരു നമ്മളോട് ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂല് ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ? റബീഉൽ അവ്വൽ 12 അല്ല മൗലവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുതിയൊരു വീടുണ്ടാക്കിയിട്ട് താമസിക്കുന്ന ദിവസം, നിങ്ങൾ ഇവിടെ എന്താ പറയുക, കുറ്റൂസാന്നാ? എന്താ മനോജ് പറയാ? കുറ്റൂസ അറിയോ? ഗൃഹപ്രവേശന ദിവസം ഒരു പുതിയ വീടുണ്ടാക്കിയിട്ട് അവർക്ക് നല്ല ബിരിയാണി വെച്ച് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. നിങ്ങൾ ഇവിടെ ഒക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. അതിൽ മൗലവിമാർ വരല്ലേ?
ഭക്ഷണം കഴിക്കലില്ലേ? നിങ്ങൾ ചോദിക്കണം, അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നബിതങ്ങളോ സഹാബികളോ പുതിയ വീടുണ്ടാക്കി താമസിക്കുമ്പോ കുറ്റൂസ നടത്തിയിട്ടുണ്ടോ, ബിരിയാണി വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കണം. ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ എനിക്ക് വിളിക്കണം. 94 47 15 6 4 9 6. നമുക്ക് ആ ഹദീസ് ഒന്ന് കാണണല്ലോ. കുറ്റൂസ നടത്തുമ്പോ മുസ്ലിയാരെ, കുറ്റൂസ നടത്തുന്ന ദിവസം ഉണ്ടല്ലോ, അത് ഈ വീടുണ്ടാക്കിയ മനുഷ്യന് വലിയ സന്തോഷമുള്ള ദിവസമായതുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെയാ? എന്നാ ഞങ്ങൾക്ക് കേൾക്കണോ, ഞങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യുന്നൊരു നേതാവുണ്ട്. ആ വീട് ഇറങ്ങിപ്പോകുന്ന വീടല്ല, ഞങ്ങൾ കാലകാലം താമസിക്കാൻ വേണ്ടിയുള്ള വീടാണത്. അന അവ്വലുമൈഹരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണ്. ആ നേതാവിന്റെ ജന്മദിനം ഞങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിനം. അന്ന് ഞങ്ങൾ ബിരിയാണി കൊടുക്കും കേട്ടോ. അത് ഹറാമാണെന്ന് പറയാൻ ഖുർആനിലെ ആയത്ത് എവിടെ, ഹദീസ് എവിടെ? ഒരു തെളിവുമില്ലാതെ പടച്ച റബ്ബിന്റെ മേലിൽ പച്ചക്കള്ളം പറയുന്ന ഐഎസ്കാരാ, ചോദിക്കട്ടെ, ഖുർആൻ നിനക്കൊന്ന് ഓതി തരട്ടെ. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, ഫകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ തയ്യിബാ. അല്ലാഹ് നിങ്ങൾക്ക് ഹലാലാക്കി തന്ന നല്ല ബിരിയാണി ഉണ്ടല്ലോ, നല്ല ഭക്ഷണമുണ്ടല്ലോ, നിങ്ങൾ കഴിച്ചോളൂ. വഷ്കുറൂ, നിങ്ങൾക്ക് അല്ലാഹ് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചോളൂ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് തന്നില്ലേ, ജനിപ്പിച്ച് തന്നില്ലേ, പറഞ്ഞേച്ച് തന്നില്ലേ, നിങ്ങളെ ഉമ്മത്തുകളിൽ പെടുത്തിയില്ലേ? നിങ്ങൾ നന്ദി ചെയ്തോളൂ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്തോളൂ. ഇൻകുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹനെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്ലാഹുവിന് നന്ദി ചെയ്തോളൂ. ഏത് ഐഎസ്കാരൻ വന്നിട്ട് നബിദിനത്തിന്റെ ഭക്ഷണം ഹറാമാണെന്ന് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട മുസ്ലിമേ, അല്ലാഹ് പറയുന്ന ഹറാമായ ഭക്ഷണം ഞാനങ്ങ് എണ്ണിത്തരാം. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത, ശവം നിങ്ങൾക്ക് അല്ലാഹ് ഹറാമാക്കിയതാണ്. വദ്ദമ, ചോര ഹറാമാക്കിയതാണ്. വലഹ്മൽ ഖിൻസീർ, പന്നിയിറച്ചി ഹറാമാക്കിയതാണ്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അല്ലാഹുവിന്റെ പേരുച്ചരിക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ദൈവത്തിന് അതാ ബലിയർപ്പിച്ചത് നിങ്ങൾക്ക് ഹറാമാണ്. ഫമനിൽ തുറ ഗൈറ ബാഗിൻ വലാ ആദിൻ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അതേ സമയത്ത് ഒരു മനുഷ്യൻ വിഷമിച്ചു പോയി, ഒരു ഭക്ഷണവും കിട്ടുന്നില്ല, അവനൊരു യാത്രയിൽ കുടുങ്ങിപ്പോയി, അവനിപ്പോ ഒന്നും കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്ന അവസ്ഥ വന്ന്, അപ്പോൾ അവൻ ഒരു പന്നിയിറച്ചി തിന്നാതെ അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത ചുറ്റുപാട് വന്നാൽ അവന് പടച്ചവൻ പുറത്തു കൊടുക്കുന്നവനായിരിക്കും. ഇത് പറഞ്ഞിട്ടല്ല പറയാണ്. അപ്പൊ ഹറാമായ ഭക്ഷണം എണ്ണി പറഞ്ഞിട്ടല്ല പറയാണ്, വലാ തഖൂലൂ, ഓ മുജാഹിദ് മൗലൈമാരെ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളെ നെഞ്ഞിലേക്ക് ചൂണ്ടുന്നത് കണ്ടോ? വലാ തഖൂലൂ, നിങ്ങൾ പറഞ്ഞേക്കരുതേ, ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ, നിങ്ങളുടെ നാവ് കൊണ്ട് തോന്നിവാസം കള്ളം പറയരുതേ. ഹാദാ ഹലാൽ, മുജാഹിദിന്റെ കുറ്റൂസന്റെ ആ ബിരിയാണി ഹലാലാണ്. വഹാദാ ഹറാം, റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷിച്ചുള്ള ഭക്ഷണം ഹറാമാണ് എന്നിങ്ങനെ അത് ഹലാൽ ഇത് ഹറാമെന്ന് നിങ്ങൾ തോന്നിവാസം കള്ളം പറയല്ലേ. ഇതഫ്തറൂ അലല്ലാഹിൽ കദിബ, പടച്ചവന്റെ പേരിൽ പച്ചക്കള്ളം കെട്ടി പറയാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയല്ലേ. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, പടച്ചവന്റെ പേരിൽ കള്ളം കെട്ടി പറയുന്നവര് ലാ യുഫ്ലിഹൂൻ, അവര് അതാ കുറെ പൊട്ടിപ്പിളർന്നാലും പൊട്ടിപ്പിളർന്നവരെല്ലാവരും കൂടി രണ്ടാമതും ഒന്നായാലും അതിനാര് ആശംസ പറഞ്ഞാലും ലാ യുഫ്ലിഹൂൻ, അവര് വിജയിക്കൂല.
ഹലാലിനെ ഹറാമാക്കുന്നവൻ വിജയിക്കൂല. മനസ്സിലായില്ലേ? അത് ഖുർആനാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. മുസ്ലിമീങ്ങൾ വിവരമില്ലാത്തവർ, പാരമ്പര്യം കൈവിട്ടവർ, മുൻഗാമികളെ തള്ളിപ്പറഞ്ഞവർ, ഇമാമീങ്ങളെ നിഷേധിച്ചവർ, അവർ അല്ലാഹുവിൻ്റെ ഖുർആനോദി തോന്നിവാസം അവരെ ഇഷ്ടപ്രകാരം അവർക്ക് പറ്റിയതൊക്കെ ഹലാല്, അവർക്ക് പറ്റാത്തതൊക്കെ ഹറാമ്, നബിതങ്ങളെ ആദരിച്ചും സ്നേഹിച്ചും നടത്തുന്ന മുഴുവൻ പരിപാടിയും ഹറാമ്, അവരെ വീട്ടിനെ പൂജിച്ചിട്ട് നടത്തുന്ന, അവരെ സംബന്ധിച്ചാണ്, അവരെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ കൂടുന്ന ദിവസം ഭക്ഷണം കൊടുത്ത് പൂജിച്ചിട്ടൊന്നുമല്ല, അള്ളാൻ്റെ നിയമത്തിന് ശുക്രിയൻ. അങ്ങനെ അവരെ വീട് താമസിക്കുന്ന ദിവസം ഭക്ഷണം കൊടുത്താൽ അത് ഹലാല്. എവിടുന്ന് കിട്ടിയതാണ് ഈ മതം? അള്ളാഹുവിൻ്റെ മതം സ്വന്തം ഉണ്ടാക്കൂ, അത് ഞങ്ങൾക്ക് പറ്റൂല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, ഓ ثم جعلناك على شريعة من الأمر فاتبعها. നബിയേ, തങ്ങളെ ഒരു മഹത്തായ ശരീഅത്തിന്റെ മേലാക്കിയിട്ടുണ്ട്. ഫത്തബിഹാ, അത് ഫോളോ ചെയ്ത് പോയിക്കൊള്ളണം, അത് പിന്തുടർന്ന് പോയിക്കൊള്ളണം. ഫത്തബിഹാ വലാ തത്തബിഅ അഹ്വാഅല്ലദീന ലാ യഅലമൂൻ. വിവരമില്ലാത്തവരുടെ തടീച്ചക്കനുസരിച്ച് പറയുന്നതൊന്നും പിന്തുടരാൻ പറ്റൂല. ശരീഅത്ത് പിന്തുടരണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും വരണം കടപ്പുറത്ത്. 25-ാം തീയതി വെള്ളിയാഴ്ച കടപ്പുറത്ത് ശരീഅത്തിനെ സംബന്ധിച്ചും ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചൊക്കെ പറയുന്ന വലിയ പരിപാടിയുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അവിടെ നിന്ന് പറയാം. സുഹൃത്തുക്കളെ, ശരീഅത്ത് പിന്തുടർന്ന് ജീവിക്കണം. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിൻ്റെ നിയമം, അതിലൊരണ്ണുവളവ് വ്യത്യാസം വരുത്താൻ പറ്റൂല. ശരീഅത്ത് നിയമത്തിൽ ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, ഈ പ്രസംഗിക്കുന്നത് നിങ്ങളെ കൈയടി വാങ്ങാനല്ല, ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേസ് കിട്ടാനല്ല. നമ്മളെ ഈ മൂന്നിയൂരിലുള്ള ഹസനിയും നമ്മുടെ മുഹമ്മദ് കയും സുബ്ഹാനല്ലാഹ് ഇവിടെയുള്ള പ്രവർത്തകർ 1000 പേരുത്ത് വന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ 1000 എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം 1000 അല്ല, കുറേ വരവ് വന്നു. ഒരു നിവൃത്തിയും തരാതെ ആയപ്പോൾ ഞാൻ വളരെ തിരക്കിനിടയിൽ കൊടുത്തൊരു പരിപാടി. തിരക്ക് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഇന്ന് നേരം വെളുത്തതിന് ശേഷമൊക്കെയുള്ള തിരക്ക്. കാരണം ഒരു സംഘടന, അതിൻ്റെ ചെറിയ ഉത്തരവാദിത്വം, അല്ലെ വലിയ ഉത്തരവാദിത്വം, വേറൊരു സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം, മറ്റൊരു സംഘടന അതിൻ്റെ ഉത്തരവാദിത്വം. ഇതിൻ്റെ ഒക്കെ പുറമേ സിറാജുൽ ഹുദയുടെ കീഴിൽ 13,000 കുട്ടികൾ പഠിക്കുന്നു. ഈ കുട്ടികളെ മുഴുവൻ ഉത്തരവാദിത്വം. 850 സ്റ്റാഫുകൾ സേവനം ചെയ്യുന്നു, അവരൊക്കെ ഉത്തരവാദിത്വം. എത്രയോ ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്വം കുറവാ. അതിൻ്റെ കൂടെ ഇപ്പോൾ സുബ്ഹാനല്ലാഹ് ചിലരുണ്ട് ഒരു പണിയുമില്ലാത്തവർ, ഒരു പണിയുമില്ല. ഓരോരുത്തരെ പോയിട്ട് അമ്മികൊത്താനുണ്ടോ എന്നെങ്കിലും പഴയ കാലത്ത് അമ്മികൊത്തുന്ന ആൾക്കാർ ഇതുപോലെ വെല്ലുവിളി സ്വീകരിക്കാനുണ്ടോ, വെല്ലുവിളി സ്വീകരിക്കും. ഒരു പണിയുമില്ല, അമ്മികൊത്താനുണ്ടോ എന്ന് വെച്ച് നടക്കുന്നവള്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തുണ്ടായിന് അങ്ങനെ ചിലർ. ഷാഫി ഇമാം ഒരൊറ്റ ഒന്നിനും മറുപടി അറിഞ്ഞില്ല. ഖാലൂ സകത്ത വഖദ് ഹുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. ആളുകളൊക്കെ പറയുന്നു ഞാൻ അത്തരം ആളുകൾക്ക് മറുപടി പറയുന്നില്ല എന്ന്. ഷാഫി ഇമാം പറയാണ്, ഞാൻ അവരോട് പറഞ്ഞു ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു, അതാ തിന്മയുടെ വാതിലിൻ്റെ താക്കോലാണ്. അത്തരം ഒരു വിലയില്ലാത്തവർക്ക് മറുപടി പറയല് അത് തിന്മയുടെ താക്കോലാണ്. അങ്ങനെ തിന്മയുടെ വാതിൽ തുറക്കാൻ ഞാനില്ല. ഷാഫി ഇമാം തങ്ങൾ പറയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, അതേ എൻ്റെ ഉദാഹരണവും എന്നെ ചീത്ത പറഞ്ഞ് നടക്കുന്നവൻ്റെ ഉദാഹരണവും നിങ്ങൾക്കറിയില്ലേ? ഷാഫി ഇമാം തങ്ങൾ പറയാണ്, അതേ ഒരു സ്ഥലത്ത് കൽബ് എന്ന് പറയുന്നൊരു നായ, കൽബ് എന്ന് പറയുന്നൊരു ജീവി, സുഹൃത്തുക്കളെ, ആ ജീവി ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വലിയ ചർച്ചയാണ് നായ. 1-ാം പേജിൽ വലിയ വലിയ VIP-കൾ, വലിയ വലിയ ഭരണാധികാരികൾ, ഇങ്ങേപ്പുറത്തൊരു തെരുവ് നായ വലിയ ചർച്ചയായി പോകും അല്ലേ? ഷാഫി ഇമാം നായനെ ചർച്ച ചെയ്യാൻ നായ എങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു, കുരക്കൽ നിർത്തുന്നില്ല.
പക്ഷേ അപ്പുറത്തൊരു സിംഹം അതിൻ്റെ മടയിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ സിംഹം മിണ്ടുന്നില്ല. മിണ്ടാത്ത സിംഹത്തിനാണോ വില, കുരക്കുന്ന നായക്കാണോ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ആ ശാഫിഈ ഇമാം തങ്ങളിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് പഠിച്ച ഞങ്ങൾക്ക് അറിയാം എവിടെ പറയണം, എപ്പോൾ പറയണം, ആരോട് പറയണമെന്ന് നന്നായി അറിയാം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരുപാട് പണിയില്ലേ ഇവിടെ നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ സമയമൊക്കെ വേറെ വഴിക്ക് തിരിക്കാമെന്ന് വല്ലവരും വിചാരിച്ചെങ്കിൽ ആ മൗഢ്യം ഞങ്ങളെ മുമ്പിൽ വില പോകൂല. ഞങ്ങൾക്കിവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തേണ്ടതുണ്ട്. ഖുർആന്റെ ശരിയായ ആശയം പറയേണ്ടതുണ്ട്. ഇന്ന് ഏറ്റവും വലിയ മുസീബത്ത് ദീനിന് വലിച്ചിടുന്ന ബിദ്അത്തുകാരായ തീവ്രവാദികളുടെ തീവ്രവാദത്തിന്റെ മുസീബത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പടച്ചറബിന്റെ ദീനിങ്ങനെ മാറ്റിമറിക്കുന്ന പുത്തനാശയക്കാരെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഡ്യൂട്ടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഈ ഡ്യൂട്ടിയിൽ നിന്ന് തിരിച്ച് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അങ്ങ് തളച്ചിട്ട് കളയാമെന്ന് ഏതെങ്കിലും കക്ഷികൾക്ക് ആരെങ്കിലും അച്ചാരം കൊടുത്ത് പറഞ്ഞേക്കുന്നുണ്ടെങ്കിൽ അവരതും ആ പൂതിയും വെച്ച് നടക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, നായ വലിയ ചർച്ചയാണ്. നായനെ പറ്റി പറയേണ്ടതൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാദാവരത്തെ പ്രസംഗത്തിൻ്റെ CD ഉണ്ട്, അതിലുണ്ട് വിശദമായിട്ട് ഓരോ ഖുർആനിലെ ഓരോ സൂറത്ത് സംസാരിച്ചപ്പോൾ നായൻ്റെ എല്ലാ വിഷയങ്ങളും ഞാൻ നാദാപുരത്ത് സംസാരിച്ച CD-കൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതുണ്ടോയെന്ന് എനിക്കറിയില്ല. സൂറത്തുൽ ഹുമസ് 3 ദിവസം സംസാരിച്ചു. 50 ഉറുപ്പ്യ എടുത്താൽ DVD കിട്ടും. സൂറത്തുൽ നൂർ 200 ഉറുപ്പ്യ എടുത്താൽ കിട്ടും. അതുപോലെ ഒരുപാട് CD-കളും DVD-കളൊക്കെ ഉണ്ട്. അത് കേൾക്കാം. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. തെരുവു നായക്ക് വെള്ളം കൊടുത്തു ഒരാൾ കുടിക്കാനേ, അയാൾ ദോഷം പുറത്തു പോയി. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ശരീഅത്തിൽ എല്ലാറ്റിലും നിയമമുണ്ട്. തെരുവു നായക്ക് വെള്ളം കൊടുത്താലും അള്ളാഹിനൊക്കെ കൂലി കിട്ടും, പ്രതിഫലം കിട്ടും. എന്നാൽ നായ തീവ്രവാദിയായാലോ? മനുഷ്യൻ തീവ്രവാദിയായാൽ സുബ്ഹാനല്ലാഹ്, കൊന്നതിൻ്റെ ശേഷം ഇതാ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ചുറ്റുപാടുള്ള നാടാ അല്ലേ? എങ്കിൽ ചോദിക്കട്ടെ, തെരുവുനായ തീവ്രവാദിയായിട്ട് വയസ്സന്മാരെ കടിച്ചു കൊന്നാൽ, പിന്നാലെ ഓടിയിട്ട് കാണുന്ന പെൺകുട്ടികളെയൊക്കെ കണ്ടിച്ചാടിച്ചാൽ, കാണുന്ന കുട്ടികളെയൊക്കെ കടിച്ചു പറിച്ചാൽ, തെരുവുനായ തീവ്രവാദിയായ കുഴപ്പമൊന്നുമില്ല. തീവ്രവാദിയായ നായയെ കൊല്ലണം എന്നാണ് ഇസ്ലാമിക ശരീഅത്ത്. ശരീഅത്തിന്റെ നിയമമാണേ പറഞ്ഞത്. നാളെ ചാപ്പ ചുമത്തണ്ട. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കോടതിയുടെയും ഇവിടുത്തെ നിയമമല്ല. അത് നിങ്ങൾ വക്കീൽമാരോട് ചോദിച്ചു പഠിച്ചോ. എനിക്കത് പറയലല്ല ഡ്യൂട്ടി. എനിക്ക് ശരീഅത്തിന് ഞാൻ പറയല ഡ്യൂട്ടി. ശരീഅത്തില് തീവ്രവാദിയായ നായയെ കൊല്ലണം, കൽബുൻ നഖൂർ കൊല്ലണം എന്നാണ് ശരീഅത്തിന്റെ നിയമം, അല്ലെങ്കിൽ കൊല്ലാമെന്നാണ് നിയമം. അതേ സമയത്ത് ദ്രോഹം ചെയ്യാത്ത തെരുവുനായ, അതിനും അള്ളാഹു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂട്ടി വലിയ മാനമായ ഡ്യൂട്ടിയാണ്. തെരുവുനായക്ക് ഡ്യൂട്ടി ഉണ്ട്. അള്ളാഹു വെറുതെ ഒന്നിനെയും പഠിച്ചില്ല. എന്താ ഡ്യൂട്ടി? ക്ലീനിങ് ആണ് അതിൻ്റെ ഡ്യൂട്ടി. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി എറിഞ്ഞ സ്ഥലത്ത് തെരുവുനായ നിന്ന് വന്നിട്ട് നമ്മുടെ കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ ചെയ്യുന്ന അതേ സേവനാണ്. മുഴുവനും ബാറ്റിലാക്കുക, മുഴുവൻ നാറുന്ന ചോറും ഒക്കെ മൂപ്പര് ബാറ്റിലാക്കി നാറ്റം ഒഴിവാക്കി തന്നു. ക്ലീനിങ് ആണ് മൂപ്പര് ഡ്യൂട്ടി. പക്ഷേ കാർപ്പറ്റ് അടിക്കുന്ന മെഷീൻ കറണ്ട് ചിലവോ, അതിന് 5 പൈസ ചിലവില്ല. ക്ലീനിങ് ആണ് മൂപ്പര് ഡ്യൂട്ടി. ആ ഡ്യൂട്ടി നിർവഹിക്കുന്ന തെരുവുനായയെ വെറുതെ ശല്യം ചെയ്യേണ്ട, കൊല്ലണ്ട, ഉപദ്രവിക്കേണ്ട. കടിക്കുന്ന നായയാണോ കൊല്ലാം? അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഓരോ നായക്ക് ഓരോ വിധിയാ. നായൻ്റെ കൂട്ടത്തിൽ മുഅല്ലമായ നായുണ്ട്. മുഅല്ലമായ നായ, മെല്ലിമല്ലോ, മുഅല്ലം എന്ന് പറഞ്ഞാൽ വേട്ട പഠിപ്പിക്കപ്പെട്ട നായ. അതിന് വലിയ പവറാ. പഠിച്ചാൽ ഏത് നായക്കും പവറാ. അത് വേട്ട പഠിപ്പിക്കപ്പെട്ട നായയാ. ആ നായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് നായരങ്ങ് വിട്ടു പോയിട്ട് അത് പിടിച്ചു കൊണ്ടുവന്നു. ഒരു ഉടുമ്പിനെ അല്ലെങ്കിൽ ഒരു ജീവിയെ കൊണ്ടുവന്നു. ആ ജീവി കൊണ്ടുവരുന്ന സമയത്ത് ചത്തുപോയി. നമുക്കതിനെ അറുക്കാതെ തിന്നാം. കാരണം അത് പഠിച്ച നായ. പഠിച്ചാൽ ഏത് നായക്കും ബഹുമാനുണ്ട്. ചിലരില്ലേ ഒരു വിവരമില്ലാതെ ആലിമീങ്ങളെ പരിഹസിക്കുന്നവർ, അത് തീരെ വിവരമില്ലാഞ്ഞിട്ടാ. വിവരമുള്ള ആരായാലും ബഹുമാനമാണ്. അങ്ങനെയുണ്ടൊരു നായ.
പിന്നൊരു നായുണ്ട്, അതിനെപ്പറ്റി ചൂണ്ടിപ്പോണ്ട, പോലീസ് നായ. തോട്ട് കളിക്കാൻ വേണ്ട, അത് പോലീസ് നായ. വേറൊരു നായുണ്ട്, സംരക്ഷണത്തിനു വേണ്ടി കാവല് നിൽക്കുന്ന നായ. നായ എത്ര വിധമുണ്ട്, ഓരോന്നിനോട് എങ്ങനെ വരുവാണ്, ഒക്കെ ശരീഅത്തിൽ നിയമ. ശരീഅത്ത് വിചാരിച്ചാൽ ചിലർ വിചാരിച്ചറിയോ 4 കെട്ടുക, പിന്നെ ശരീഅത്ത് പറഞ്ഞാലോ കല്യാണം കഴിക്കുക വിടുക, വേറൊന്ന് കല്യാണം കഴിക്കുക വിടുക. ഇതാ ശരീഅത്ത്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും പറയുന്നതാണ് ശരീഅത്ത്. അപ്പൊ ചിലർക്ക് തോന്നും, നായക്ക് വെള്ളം കൊടുത്താല് ഇങ്ങനെ വലിയ പ്രതിഫലം കിട്ടൂലേ, എന്നാ പിന്നെ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണോ? അവിടെ ശരീഅത്തിന് വേറൊരു നിയമമാണ്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം. ഇഹ്ദാഹുൻ നബി തുറാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് പഠിപ്പിക്കുന്ന ആള് ചാരി നബി തങ്ങൾ പറയാണ്, ഇദാ വലഗ ഫീ ഇനാഇ അഹദികുൽ ഖൽബ്, ഇദാ വലഗൽ ഖൽബു ഫീ ഇനാഇ അഹദികും, നിങ്ങളിൽ ഒരാളുടെ പാത്രത്തില് നായ മുഖം കുത്തിയാൽ നിങ്ങൾ 7 പ്രാവശ്യം കഴുകണം. 1 മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. ഞാനൊരു 10-20 ദിവസം മുമ്പ് ഫതുഹുൽ മുഈനിൽ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഫതുഹുൽ മുഈനിലോ ഏതോ ഒരു കിതാബിൽ അല്ലെ ബുഖാരി ഓതി കൊടുക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സോപ്പിട്ട് കഴുകിയാൽ പോരെ, സോപ്പിട്ട് കഴുകിയാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സോപ്പ് മതിയാവില്ല, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാ ശരീഅത്ത്. ആ ശരീഅത്തിലുള്ളത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ബുഖാരിയിലുള്ളതാ. മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. കുട്ടി ചോദിച്ച് സോപ്പ് കൊണ്ട് കയ്യാലും വൃത്തിയാവൂലേ? ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു മണ്ണും സോപ്പും തമ്മിൽ വലിയ വ്യത്യാസമാ, വലിയ വ്യത്യാസം. നിങ്ങൾ കണ്ടില്ലേ, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജീവി മനുഷ്യൻ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി. ഇപ്പൊ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ജീവി. ആ ജീവിയെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്. മണ്ണിന്റെ മഹത്വം വേറൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഒരാൾക്ക് ചെറിയ അശുദ്ധി ഉണ്ടായി, ഒന്നുമില്ല, എന്നാൽ മുസ്ഹഫ് എടുക്കൽ ഹറാം എന്ന വലിയ അശുദ്ധി ഉണ്ടായി. മുസ്ഹഫ് ഓതൽ ഹറാം, ഖുർആൻ ഓതൽ ഹറാം, വലിയ അശുദ്ധിയ, ഓതൽ ഹറാം. പക്ഷെ ഡോക്ടർ പറഞ്ഞു കുളിക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല. ഡോക്ടർമാർ പറഞ്ഞു, അല്ലേ വെള്ളം കിട്ടിയില്ല, എന്നാ എന്താ വേണ്ടത്? ഖുർആൻ പറയാണ്, ഫതയമ്മമൂ സഈദൻ തയ്യിബാ, നല്ല മണ്ണെടുത്ത് തേമം ചെയ്യാണ്. എന്തായി തേമം എന്ന് പറഞ്ഞാൽ, നിയ്യത്തോടു കൂടി കുറച്ച് മണ്ണടിച്ചിട്ട് മുഖവും കയ്യും തടയുക. മുഖവും കയ്യും തടകിയപ്പോ ശരീരം ഒട്ടാകുള്ള വലിയ ശുദ്ധി ഉയർന്നുപോയി. മണ്ണിന്റെ ഒരു പവർ നോക്ക് നിങ്ങൾ. മുഖവും കയ്യും നിയ്യത്തോടെ തടകിയപ്പോ ആ വലിയ ശുദ്ധി അങ്ങനെ തന്നെ ഉയർന്നുപോയി. ഈ എവിടെങ്കിലും ഖുർആനിൽ ഫതയമ്മമൂ സാബൂനൻ തയ്യിബൻ ഉണ്ടോ? ഇല്ല. സോപ്പ് കൂട്ടിയാൽ മതിയാവില്ല. പിന്നെ നിങ്ങൾക്ക് കേൾക്കണോ, മണ്ണാണ് ഈ ഭൂമി. ആ മണ്ണിൽ തന്നെ പല വിധത്തിലുണ്ടല്ലോ. കടുത്ത മനസ്സുള്ള ചിലരില്ലേ, അങ്ങനെ പാറയുണ്ട്, നല്ല വളക്കൂറുള്ളതുണ്ട്, നല്ല വളക്കൂറുള്ള മണ്ണുണ്ട്, വളക്കൂറ് കുറഞ്ഞതുമുണ്ട്, പല സൈസുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ മനുഷ്യരും പല സൈസുണ്ട്. മണ്ണെന്നല്ലേ വന്നത്. അതേ, ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഈ മണ്ണ്, ഈ ഭൂമി ഒരു മാതാവിനെ പോലെയാണ്. മാതാവിൻ്റെ സ്വഭാവം എന്താണ്? ആവശ്യമുള്ളതൊക്കെ തരലാണ്. അല്ലേ, തേങ്ങ തന്നില്ലേ, മാങ്ങ തന്നില്ലേ, നെല്ല് തന്നില്ലേ, ഗോതമ്പ് തന്നില്ലേ, എല്ലാം തരികയാണ്. ഉമ്മാന്റെ സ്ഥാനത്താണ്, മാതാവിൻ്റെ സ്ഥാനത്താണ് ഈ ഭൂമി. പിന്നെ മാതാവിൻ്റെ സ്വഭാവം എന്താണ്? അതേ, ഈ കുട്ടിയുടെ മ്ലേച്ഛ വസ്തുക്കളൊക്കെ മാതാവ് ഇങ്ങനെ കൈകൊണ്ട് തുടച്ച് വൃത്തിയാക്കുകയാണ്. അങ്ങനെയല്ലേ മക്കളെ, നിങ്ങളെ ഉമ്മമാപ്പമാർ നിങ്ങളെ പോറ്റുന്ന സമയത്ത് നിങ്ങളെ ഉമ്മമാര് പോറ്റിയത്? നിങ്ങളുടെ മലം അവർ വൃത്തിയാക്കിയില്ലേ, കഫം വൃത്തിയാക്കിയില്ലേ? എന്നിട്ട് നല്ല ഷർട്ടും തുണിയും ഇടിയിച്ച് നിങ്ങളെ സ്കൂളിലേക്ക് മദ്രസകളിലേക്ക് അയച്ചില്ലേ ചെറുപ്പക്കാരെ? ആ ഉമ്മാനെ മറക്കാൻ പറ്റുമോ? ഇതുപോലെ
അതുപോലെ നിങ്ങളൊന്ന് നോക്കൂ, ഈ ഭൂമിയിൽ നിങ്ങൾ വിസർജിച്ചപ്പോൾ, നിങ്ങൾ മൂത്രിച്ചപ്പോൾ നിങ്ങൾ ടാങ്കി ഉണ്ടാക്കിയത് എവിടെയാ? മണ്ണ് കുഴിച്ചിട്ട് ആ മണ്ണിലേക്ക് നിങ്ങളെ വിസർജ്യ വസ്തുക്കൾ മുഴുവനും മണ്ണ് സ്വീകരിച്ചില്ലേ? നിങ്ങൾക്ക് നാറാതെ, നിങ്ങളാ നജസിൽ കുടുങ്ങാതെ നിങ്ങളെ രക്ഷിച്ചില്ലേ? എന്നിട്ടോ ആ വിസർജ്യ വസ്തുക്കൾ സ്വീകരിച്ച ഭൂമി, അതിനപ്പുറം അതാ 15 മീറ്റർ അപ്പുറം എഞ്ചിനീയർ പറയാണ്, അല്ലെ 20 മീറ്റർ അപ്പുറം എന്ന് പറയാണ്, അവിടെ ഒരു നല്ല കിണർ ഒഴിച്ചപ്പോൾ ഈ വിസർജ്യ വസ്തുക്കളുള്ള ടാങ്കിയിലുള്ള വെള്ളം ഈ 15 മീറ്റർ ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ, 20 മീറ്റർ സഞ്ചരിച്ചപ്പോൾ കിണറ്റിലെത്തുമ്പോഴേക്ക് ശുദ്ധവെള്ളമായി പോയി, ഫിൽട്ട് ചെയ്തു പോയി. ചോദിക്കട്ടെ, നിന്റെ സോപ്പിന് ബഹുമാനമുണ്ടോ? ഈ മണ്ണിന് അല്ലാഹു തആല കൊടുത്ത പ്രത്യേകത അത് വല്ലാത്ത പ്രത്യേകതയല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ലൗഹുൽ മഹ്ഫൂദിലുള്ള ഇൽമ്, ഖലം കൊണ്ട് എഴുതിയ ഇൽമ്, അത് ഖിയാമത്ത് നാൾ വരെയുള്ള ഇൽമാണെങ്കിൽ അതിനേക്കാൾ ഇൽമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബിതങ്ങൾ പറഞ്ഞില്ലേ, ഏതാഹുൻ നബി തുറാബ്, ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണേ. അവിടെ നിന്റെ സോപ്പിനെന്താണ് പ്രസക്തി? നിന്റെ വസ്തുക്കൾക്ക് എന്താണ് പ്രസക്തി? മുസ്ലിം ഉമ്മത്ത് പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങള്, പാരമ്പര്യമായി നടത്തി വരുന്ന ആചാരങ്ങള്, പാരമ്പര്യമായി നടത്തി വരുന്ന കർമ്മങ്ങള്, അതിൽ പുതിയ ആശയങ്ങൾ ഉറ്റിച്ചിട്ട് സുന്നത്ത് ജമാഅത്ത് തകർക്കാൻ സുന്നിയുടെ പേരിൽ വന്നാലും, മുജാഹിദിന്റെ പേരിൽ വന്നാലും, IS-ന്റെ പേരിൽ വന്നാലും, ജമാഅത്ത് ഇസ്ലാമിന്റെ പേരിൽ വന്നാലും, ബിരുദത്തിന്റെ പേരിൽ വന്നാലും, ബിരുദത്തിന്റെ അപ്പുറത്ത് വന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ജീവിച്ചിരിപ്പുണ്ട് കേട്ടോ. അറിവില്ലാതെ പടച്ചറബിന്റെ ദീന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളെ മനസ്സിൽ കൺഫ്യൂഷനാക്കി, മുമ്പ് കാലത്തുള്ളതൊന്നും അത്ര വേണ്ടതില്ല എന്ന ഒരു തോന്നലുണ്ടാക്കി ഈ മതം തകർക്കാൻ ആരും രംഗത്ത് വരേണ്ടതില്ല എന്നുകൂടി ഞാൻ സാന്ദർഭികമായി പറയുകയാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഇസ്ലാം കദാലിക സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഹാ വലാ തത്തബി അഹ്വാഅല്ലദീന ലാ യഅലമൂൻ. ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിച്ചോളണം. ആ ശരീഅത്തിൽ ഒരു വലിയ നിയമമുണ്ട്. ആ നിയമം ഇൻഷാ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് കടപ്പുറത്ത് വെച്ച് പറയാം, ഇപ്പോൾ പറയുന്നില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട നിയമമാണ് കേട്ടോ. അതിൽ 4 മദ്ഹബിനും തർക്കമില്ലാത്ത നിയമമാണ്, ഒരു ഇമാമിനും തർക്കമില്ല. എന്താണത്? അന്ന് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൽമു പോയിപ്പോണ്ടാവണ്ടി ചുരുക്കിയാണ് ഇവിടെ പറയാം. വത്തിഫാഖി സലഫിൽ ഉമ്മത്തി അലാ ദമ്മിൽ മുബ്തദിഅതി വമുഹാജറതിഹിം വഖത്ഇ സുഹ്ബതി മഅഹും. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് തർക്കമില്ല. 3 നൂറ്റാണ്ടിലുള്ള ഒരു പണ്ഡിതനും ഒരു സഹാബിക്കും തർക്കമില്ല. സുന്നികളല്ലാത്ത കക്ഷികളുമായി മതരംഗത്ത് ബന്ധം പാടില്ല, അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കണം. ഒരു ഇമാമിനും തർക്കമില്ല. ശരീഅത്തിന്റെ നിയമമാണ്. ഈ നിയമത്തെ ചോദ്യം ചെയ്യരുത്, ഈ നിയമത്തെ മറികടക്കരുത്. ഈ നിയമത്തെ, മുസ്ലിം ഉമ്മത്തിന്റെ മുൻ മനസ്സിലുള്ള ഈ നിയമത്തെ അവഗണിച്ചുകൊണ്ട് ആരും പ്രസ്താവിച്ചേക്കരുത്. സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ അള്ളാഹുവിന്റെ ദീനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അള്ളാഹുവിന് തഖ്വ ചെയ്ത് 5 വക്ത് കൃത്യമായി നിസ്കരിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച് മരിക്കണം. അതാണ് കിതാബിൽ അംരിൽ മുതാഇ, അനുസരിക്കപ്പെടേണ്ടുന്ന, അംഗീകരിക്കപ്പെടേണ്ടുന്ന ആശയവുമായി മാത്രമാണ് നബിയെ തങ്ങൾ വന്നിട്ടുള്ളത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സുന്നിയല്ലാത്ത വ്യക്തിയെ സംബന്ധിച്ചും സുന്നിയല്ലാത്തവന് ഇടം നൽകുന്നവരെ സംബന്ധിച്ചും
സഹീഹുൽ ബുഖാരി മറിച്ച് നോക്കൂ, ആവർത്തിച്ച് പറഞ്ഞ ഒരു ഹദീസ്. എന്താണത്? മൻ അഹ്ദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, പുത്തൻവാദിയായാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിയാകണമെന്നില്ല, പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ. ആരാ പറയുന്നത്? പേരോടല്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്നത് സിറാജിലല്ല, മാതൃഭൂമിയിലുമല്ല, ബുഖാരിയിലെ. മൻ അഹ്ദസ ഔ ആവാ മുഹ്ദിസൻ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ പുത്തനാശയം വേണമെന്നില്ല, പുത്തനാശയക്കാരന് ഇടം നൽകിയാൽ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അല്ലാഹുവിൻ്റെ ലഅനത്തുണ്ട്, ശാപമുണ്ട്. വൽ മലായിക, ഓർമ്മിച്ചു വെച്ചോ, മലക്കുൽ മൗത്ത്, മരണം കൊണ്ടുവരുന്നത് മലക്കാണ് കേട്ടോ. ഖബറിൽ ചോദ്യത്തിന് വരുന്നത് മലക്കാണ് കേട്ടോ. നരകവും സ്വർഗവും കാക്കുന്നത് മലക്കാണ് കേട്ടോ. മലക്കുകൾ, ആ മലക്കിന്റെ ലാനത്തുണ്ട്, ശാപമുണ്ട്. ആർക്കാണ് ശാപം? സുന്നത്ത് ജമാഅത്ത് വിട്ടവർക്കുണ്ട്, അവർക്കിടം നൽകുന്നവർക്കുണ്ട്. വന്നാസി അജ്മഈൻ, സർവ നല്ല ജനങ്ങളുടെയും ശാപം. അത്തരം മഹാന്മാരെ ശാപം, അതേ, അവർക്ക് ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ലാനത്തുണ്ട്, റിഫായി ശൈഖിന്റെ ലാനത്തുണ്ട്, മമ്പറ തങ്ങളുടെ ലാനത്തുണ്ട്, ഉമർ ഖാദിന്റെ ലാനത്തുണ്ട്, സഹാബത്തിന്റെ ലാനത്തുണ്ട്, അയിമ്മത്തിന്റെ ലാനത്തുണ്ട്. എല്ലാ മഹാന്മാരായ ജനങ്ങളുടെയും ലാനത്ത് പുത്തൻവാദിക്കുണ്ട്, പുത്തൻവാദിക്ക് ഇടം നൽകുന്നവർക്കുമുണ്ട്. വന്നാസി അജ്മഈൻ, പോരാ, ഞാനങ്ങ് പുത്തൻവാദിയായാൽ എന്നെ ആര് ചോദ്യം ചെയ്യാനാണ്? ഞാനൊരു പുത്തൻവാദിക്ക് ഇടം നൽകിയാൽ എന്നെ ആര് ചോദ്യം ചെയ്യാനാണ്? എൻ്റെ പിന്നിൽ ആളില്ലേ, എനിക്കും അതാ കയ്യടിയില്ലേ എന്ന് തോന്നണ്ട. അല്ലാഹുവിൻ്റെ റസൂല് പറയാനില്ല, യഖ്ബലുല്ലാഹു മിൻഹു അദ്ലൻ വലാ സർഫാ. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കാത്തവന് ഇടം നൽകുന്നവനും അവന്റെ ഒരു ഫർളോ സുന്നത്തോ ആയ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കൂല. സുഹൃത്തുക്കളെ, നിസ്കാരം സ്വീകരിക്കണോ, ഹജ്ജ് സ്വീകരിക്കണോ, നോമ്പ് സ്വീകരിക്കണോ, നിങ്ങളെ കർമ്മം സ്വീകരിക്കണോ, നിങ്ങളെ നബിദിനം സ്വീകരിക്കണോ, സിയാറത്ത് സ്വീകരിക്കണോ, നിങ്ങളെ വഅദ് സ്വീകരിക്കണോ, നിങ്ങളെ സ്ഥാപനം സ്വീകരിക്കണോ, നിങ്ങളെ സംഘടന സ്വീകരിക്കണോ, നിങ്ങളുടെ റാലിയും എല്ലാം സ്വീകരിക്കണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പുത്തൻവാദിയുടേതും പുത്തൻവാദിക്ക് ഇടം നൽകുന്നവന്റേതും ഒരു ഫർളും സുന്നത്തും അല്ലാഹു സ്വീകരിക്കൂല. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, കാരണവന്മാരെ, ഉമ്മമാരെ, പേരോട് പറഞ്ഞ ഈ ഹദീസ് ബുഖാരിയിലുണ്ടോ? നിങ്ങൾ പണ്ഡിതന്മാരോട് അന്വേഷിക്കൂ. ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് സ്റ്റേജ് തന്ന നിങ്ങള്, ഭക്ഷണം തന്ന നിങ്ങള്, മൈക്കൊരുക്കി തന്ന നിങ്ങള്, സിറാജുൽ ഹുദ എന്ന സ്ഥാപനം 11 മഹല്ലുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മഖബറകൾ തകർത്ത് പള്ളികൾ കൈവശപ്പെടുത്തി മലയാളത്തിൽ ഖുതുബയാക്കി മാറ്റി, എല്ലാ ആചാരങ്ങളും തിരിമറി നടത്തി, മക്ക മദീനയിലുള്ള 20 റകഅത്ത് തറാവീഹ് അടക്കം മാറ്റിയെട്ടാക്കി ചുരുക്കിയിട്ട് സുന്നത്ത് ജമാഅത്ത് നശിപ്പിച്ച്, അതാ വേരോടെ നശിപ്പിക്കാൻ ശ്രമിച്ച് 60 കൊല്ലത്തോളം താണ്ഡവമാടിയിട്ട് മഖബറകൾ അടിച്ചു പൊട്ടിച്ച് തകർത്ത് കളഞ്ഞ കുറ്റ്യാടിയിൽ പോയി ചെറിയൊരു ഓല ഷെഡ് കെട്ടി 19 സെന്റ് സ്ഥലത്ത് സിറാജുൽ ഹുദ എന്ന സ്ഥാപനം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി തുടങ്ങിയപ്പോൾ
വരുമ്പോൾ ഈ പാവപ്പെട്ട എൻ്റെ സിറാജുൽ ഹുദയുടെ ഓല ഷെഡിലേക്ക് വന്ന് ഓരോ ദിവസവും മൂന്നിയൂരിലെ ഓരോ വീടുകൾ കയറി പിരിവെടുത്തു കൊണ്ടുവന്ന് സിറാജുൽ ഹുദയെ ശക്തിപ്പെടുത്തിയ മുഹമ്മദ് ക മുന്നിലിരിക്കുന്നുണ്ട്. അതുപോലെ പലരും ഈ സദസ്സിലിരിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ ആയിരങ്ങൾ പതിനായിരങ്ങൾ സിറാജുൽ ഹുദയെ സഹായിച്ചവരുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ എന്തിനാണ് ആ പ്രവർത്തനം ചെയ്തത്? നമ്മൾ എന്തിനാണ് പ്രവർത്തിച്ചത്? നമ്മുടെ ഫർളും സുന്നത്തും സ്വീകരിക്കാനല്ലേ? അറിവില്ലാതെ പെട്ടുപോയ കുറ്റ്യാടിയിലും പരിസരങ്ങളിലുമുള്ള സാധാരണക്കാർക്ക് സുന്നത്ത് ജമാഅത്ത് മനസ്സിലാക്കി കൊടുത്ത് അവരെ രക്ഷപ്പെടുത്താനല്ലേ? അൽഹംദുലില്ലാ, 11 മഹല്ലുകളിൽ മാത്രമല്ല ദശക്കണക്കിന് സ്ഥലങ്ങളിൽ പള്ളികളും മദ്രസകളും ഉണ്ടാക്കി ഇന്ന് 13,000 കുട്ടികൾ പഠിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുകയും ആ സ്ഥാപനത്തിൽ പഠിച്ച് 1500ഓളം കുട്ടികൾ അതാ അറബി കോളേജിൽ നിന്ന് ഇറങ്ങിയവരിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീനിന്റെ പ്രചരണവുമായി മുന്നേറുമ്പോൾ, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾ മുന്നേറുമ്പോൾ, അത്തരം ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യാൻ ബാധ്യതയുള്ള നമ്മൾ അവിടെയും ഇവിടെയും ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞു പോകുന്നവന്റെ പിന്നാലെ പോയി സമയം കളയുമെന്ന് ഒരു ബുദ്ധിയുള്ളവനും ആലോചിക്കൂലല്ലോ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ദീൻ ഹഖ് ഹഖായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്തി ആ ദീന് പ്രചരിപ്പിച്ച കാരണത്താൽ എല്ലാം വിട്ടൊഴിച്ചുകൊണ്ട് മക്കളെയും കുടുംബങ്ങളെയും സ്നേഹിതന്മാരെയും അനുയായികളെയും നേതാക്കളെയും സുഹൃത്തുക്കളെയും സഹായികളെയും സഹകാരികളെയും എല്ലാം വിട്ടുപിരിഞ്ഞു ഒറ്റക്ക് യജമാനനായ റബ്ബിന്റെ കോടതിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയം വരുമ്പോൾ, പടച്ച റബ്ബേ, ഞങ്ങളെ സ്ഥാപനങ്ങളും സംഘടനകളും പ്രഭാഷണങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മാർഗമായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ അമലുകളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ ഉച്ചക്ക് 1:30 മണി സമയത്ത് 2 മണിക്കിടയിൽ ഇൻഷാ അല്ലാഹ് തിരുവനന്തപുരത്ത് കേരള നിയമസഭാ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ നമ്മുടെ പ്രചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടി മലപ്പുറം ജില്ലയിലൊക്കെ പ്രചണ്ഡമായ പ്രചരണം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഏറ്റെടുത്ത് നടത്തണം. എല്ലാ സ്ഥലത്തും ബോർഡുകൾ സ്ഥാപിക്കണം. ചുമരെഴുതാൻ പറ്റുന്ന ഹലാലായ ചുമരുകളിൽ എഴുതണം. അതുപോലെ എല്ലാ സ്ഥലത്തും എല്ലാ പ്രചരണവും നടത്തണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അല്ലാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, താജുൽ ഉലമയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം സിറാജുൽ ഹുദയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു. കാരണം 850 സ്റ്റാഫുകളെ വിളിച്ചൊരു നിർദ്ദേശം കൊടുക്കാൻ സൗകര്യമില്ല. താമസിച്ചു പഠിക്കുന്ന 1000 കുട്ടികളെ തന്നെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടാൻ സൗകര്യമില്ല. അങ്ങനെ നമുക്ക് പല പരിപാടികളും നടത്താൻ സൗകര്യമില്ല. അപ്പോൾ താജുൽ ഉലമയുടെ പേരിൽ ഒരു ഓഡിറ്റോറിയം നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ ഓഡിറ്റോറിയത്തിൻ്റെ ആവശ്യത്തിന് നമ്മുടെ പ്രവർത്തകന്മാർ, സോണിലുള്ള പ്രവർത്തകന്മാർ, യൂണിറ്റുള്ള പ്രവർത്തകന്മാർ സിറാജുൽ ഹുദയുടെ കവറും കൊണ്ട് ചിലപ്പോൾ പെണ്ണുങ്ങളെ സ്ത്രീകളുടെ അടുത്തും പുരുഷന്മാരടുത്തൊക്കെ വീട്ടിലെത്തും. നല്ല സംഖ്യ നിക്ഷേപിച്ച് അത് നിർമ്മിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സഹായിക്കണം. അതോടുകൂടെ തന്നെ പ്രത്യേകം ചില പരിപാടികളുണ്ട്. സിറാജുൽ ഹുദ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 25 വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് സാധുക്കൾക്ക്. അതിലൊന്ന് മലപ്പുറം ജില്ലയിലുണ്ട്, ചിലപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടാവും. ഓരോ ജില്ലക്കും ഓരോന്നുണ്ട്. അതിൻ്റെ പുറമേ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 10 വാർഡുകളിൽ കുടിവെള്ള പദ്ധതി സംവിധാനിച്ചു കൊടുക്കുന്നുണ്ട്. 25 പാവപ്പെട്ട വിധവകൾക്ക് സഹായം നൽകുന്നുണ്ട്. പിന്നെ 1000കണക്കിന് ഹെൽമറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട്. കാരണം നിയമം ലംഘിക്കരുതെന്ന് എല്ലാവരെയും പഠിപ്പിക്കാനാണ്, മനസ്സിലാക്കി കൊടുക്കാനാണ്. ഹെൽമറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടികൾ ഒന്ന് ഞാൻ പറയുന്നു. ജനുവരി 27 വെള്ളിയാഴ്ച പതാക ദിനം. അന്ന് എല്ലാ മഹല്ലത്തുകളിലുമുള്ള ഖബർസ്ഥാനി അതാത് മഹലിലുള്ള പ്രവർത്തകന്മാർ മോമിനിയങ്ങൾ പോയി സിയാറത്ത് ചെയ്യണം. കാരണം അവിടെ ഒക്കെ ഉണ്ടാവും സിറാജുൽ ഹുദക്ക് എന്തെങ്കിലും ഒരു നേർച്ച കൊടുത്ത ഒരാളെങ്കിലും അദ്ദേഹത്തെയും കൂടി ഉൾപ്പെടുത്തണം. അതുകൊണ്ട് എല്ലാ മഖ്ബറയും സിയാറത്ത് ചെയ്യണം. ജനുവരി 27 ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും കൂടി പറയുന്നു, ഡിസംബർ
4 മുതൽക്ക് മലപ്പുറം ജില്ലയിലെ ഡേറ്റ് ഒന്ന് നോക്കിയിട്ട് പറയും. ഓരോ ജില്ലയിലുള്ള ഫാമിലികൾക്ക് വരാനൊരു ദിവസമുണ്ട്. ആ ഫാമിലികൾ അവിടെ വരുന്നത് 27 ചൊവ്വ, 27 ഡിസംബർ 27 ചൊവ്വ വെക്കേഷൻ കാലമാണ്. സിൽവർ ജൂബിലിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലുള്ള ഫാമിലിക്ക് മാത്രം ഒരു ഫാമിലി തസ്കിയ പരിപാടി. നല്ല കുടുംബ ക്ലാസ്. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റാൻ പാടില്ല, അതുപോലെ തന്നെ തമ്മിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഫാമിലി തസ്കിയ 10 മണി മുതൽ 4 മണി വരെ. അതിലിടക്ക് നല്ലൊരു ദ്വായും ഫാമിലി തസ്കിയ. മലപ്പുറം ജില്ലക്കാർക്ക് 27, കോഴിക്കോട് ജില്ലക്കാർക്ക് 24, അങ്ങനെ ഓരോ ജില്ലക്കാർക്ക് ഓരോ ദിവസമുണ്ട്. മലപ്പുറം ജില്ലയായതുകൊണ്ട് ഞാൻ മലപ്പുറം ജില്ല മാത്രം പറഞ്ഞതാണ്. 27-ന്. പക്ഷേ അതിന് വരുന്നവർ ഡിസംബർ 10-ന് മുമ്പ് പേര് രജിസ്റ്റർ ചെയ്യണം. കാരണം ഉച്ചക്ക് നിങ്ങളെ പട്ടിണിയാക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഭക്ഷണ സാധനം ഇട്ട് നശിപ്പിക്കാനും പാടില്ലല്ലോ. അതുകൊണ്ട് പേര് ഡിസംബർ 10-ന് മുമ്പ് രജിസ്റ്റർ ചെയ്യണം. അതിനുള്ള സംവിധാനമുണ്ട്. നിങ്ങളവിടെ വിളിച്ചാൽ മതി. ഞാൻ ചുരുക്കുന്നു. അങ്ങനെ പരിപാടിയുണ്ട്. ബാക്കിയുള്ള എല്ലാ പരിപാടികളിലും നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരിക്കണം, പങ്കെടുക്കണം എന്ന് കഴിവിൻ്റെ പരമാവധി ഓരോരുത്തരും സഹകരിക്കണം എന്ന് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അർഹമർ റഹീമീനായ റബ്ബേ, നിങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ട്രെയിനിന് പോകണം. ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് നാളെ പ്രചരണോദ്ഘാടനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എഴുന്നേറ്റിക്കണം. നമ്മുടെ മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ഈ മുന്നിയൂറിലും പരിസരങ്ങളിലും നേരത്തെ സിറാജുൽ സഹായിച്ച നിരവധി ആളുകളുണ്ട്. എല്ലാ മോമിനിങ്ങളുടെ പേരിലും നമ്മുടെ ഉമ്മവാപ്പാർ, കുടുംബങ്ങൾ, നേതാക്കന്മാർ, നമ്മുടെ മുന്നിയൂറിൽ മരിച്ചുപോയ റഹ്മാൻകുട്ടിക്ക അല്ലേ, പേര് കുഞ്ഞാമുട്ടി ഹാജി, അങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ ആളുകൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരുണ്ട്. നമ്മുടെ മുഹമ്മദ് ഖാൻ്റെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്, അല്ലാത്തവരിൽ നിന്ന് മരിച്ചു പോയവരുണ്ട്. എല്ലാവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. പിന്നെ ബാഗ് നിർത്താൻ നോക്കുമ്പോൾ സംഘാടകർ അടുത്ത് വന്നാൽ അതിൻ്റെ മാന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നല്ല സംഭാവന വാങ്ങിത്തരണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊണ്ടുവന്ന് തരണം. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ കൊല്ലം എനിക്ക് കൈകൊണ്ട് സംഭാവന വാങ്ങാൻ പറ്റാത്ത വേദന ഉണ്ടായിരുന്നു. ഇക്കൊല്ലം കൈകൊണ്ട് സംഭാവന വാങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല, പിടിച്ച് നക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് അല്ലാഹു തആല രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. എല്ലാവരും നല്ല സംഭാവന കൊണ്ട് തരണം. നമുക്ക് ഫാത്തിഹ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അല്ലാഹു ഞങ്ങളെ മജ്ലിസ് നീ ദുആക്കുത്തരമുള്ള മജ്ലിസായി സ്വീകരിക്കണം റഹ്മാനെ. ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, അല്ലെ ഫോണിൽ പിടിച്ചെടുക്കാം. ഫാമിലി തസ്കിയ പരിപാടിക്ക് വരുന്നവർക്ക് ബുക്ക് ചെയ്യാനുള്ള നമ്പർ, അവർ പേര് ബുക്ക് ചെയ്യാനുള്ള ടെലിഫോൺ നമ്പർ 9072533320. ഒന്ന് മലയാളത്തിലും കൂടി പറയാം. 9072533320. ഇപ്പം പറഞ്ഞ അതേ നമ്പർ തന്നെ അവസാനം 0-ന് പകരം 1 ആക്കിയാലും രണ്ടാമത്തെ ഒരു നമ്പറാവും. ഇപ്പോൾ പറഞ്ഞ നമ്പർ തന്നെ, പക്ഷേ അവസാനം 20 എന്നുള്ള 21 അടിച്ചാൽ അങ്ങനെ 2 നമ്പർ. അത് ഫാമിലി തസ്കിയ പരിപാടിക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള നമ്പറാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഫാമിലി തസ്കിയക്ക് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കൈവശത്തിലുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ധാരാളം ഇൻഷാ അല്ലാഹ് കിട്ടിയ സമയത്ത് തരും. നിങ്ങളെ കൈവശത്തിലുള്ളൊക്കെ നല്ലോണം സിറാജുലൊക്കെ നിങ്ങളും കൊടുത്തോളി. അള്ളാഹു അല്ലേ തരുന്നവൻ. അള്ളാഹു തആല നമ്മളെ അമലുകളെല്ലാം സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇപ്പം എല്ലാവരും, ഞാനിവിടെ വന്നപ്പോൾ ഒരാൾ വന്ന്, കൊല്ലം ജില്ലയിലുള്ള ഒരു മുതഅല്ലിമ് വന്ന് ഒരു സംഖ്യ നേർച്ച പൈസ തന്നു. അള്ളാഹു തആല ആ നേർച്ച ചെയ്തവരുടെ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ച് കൊടുക്കട്ടെ. 6100 ഉറുപ്പ്യ ഉണ്ട് എന്ന് തന്നെ, 6100 എൻ്റെ ഓർമ്മ. അപ്പോൾ എനിക്കുള്ളതുകൊണ്ട് പേടിയായി. കാരണം പഴയ നോട്ട് വാങ്ങരുത് എന്നല്ലേ. അപ്പോൾ നമ്മളങ്ങനെ തുറച്ച് നോക്കും, എല്ലാവരും തുറച്ച് നോക്കും. സിറാജുള്ളതിൽ എന്തെങ്കിലും നിയമലംഘനം നടത്തുന്നുണ്ടോ തുറച്ച് നോക്കും. അപ്പോൾ അൽഹംദുലില്ലാഹ് ആ കുട്ടി കൊണ്ടത്തെ 2000-ൻ്റെ 3 നോട്ട്
6000-ൻ്റെ ഒരു 100-ൻ്റെ നോട്ടും. 100-ന് പിന്നെ കുഴപ്പമില്ലല്ലോ, 100-ന് പിന്നെ ഹൈലുന്നിഫാസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അൽഹംദുലില്ലാഹ് അങ്ങനെ കൊണ്ടു തന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ ഇപ്പോൾ ഈ പരിപാടിയെ സഹായിക്കാൻ എല്ലാവരും സംഭാവന തരണം. നേർച്ച കൊടുത്തവരുണ്ട്, കൊടുക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാം ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റിത്തട്ടെ. സിറാജുൽ ഹുഖ് അല്ലാഹു തആല എന്നൊരു വലിയ ബർക്കത്താണ്. ഒരു മാസത്തിൽ ചിലപ്പോൾ 25 ലക്ഷം റുപ്യൊക്കെ നേർച്ച കിട്ടും. വലിയ ഫലം അല്ലാഹു തആല ഇങ്ങനെ കൊടുത്തിട്ടാണ്, വെറുതെ ഒന്നുമല്ല. കഴിഞ്ഞ ആഴ്ച മംഗലാപുരത്തു നിന്ന് ഒരു സായദി വന്ന് എൻ്റെ അടുത്ത് എഴുതി തന്ന കത്തുണ്ട് കീശയിൽ, ഇപ്പോൾ സമയമില്ല. അദ്ദേഹത്തിൻ്റെ അനുജൻ സ്റ്റാപ്ലറിൻ്റെ പിന്നിങ്ങനെ നല്ല സഫ് കെട്ടിയ മാതിരി ഇങ്ങനെ നിൽക്കും, ഒന്നിച്ച് 4-5 എണ്ണം ഒന്നായിട്ട് അങ്ങോട്ട് വിഴുങ്ങിപ്പോയി. എന്നെ പോയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. സിറാജുള്ളിലേക്ക് നേർച്ചയാക്കി. പിറ്റേ ദിവസം എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, അത് പോയിരിക്കുന്നു. അല്ലാഹു തആല അങ്ങനെ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ തന്നതുകൊണ്ട് നേർച്ച ഇങ്ങനെ ആൾക്കാർ കൊണ്ടുവന്നു തരും. പക്ഷേ അതൊന്നും നമുക്കിവിടെയും മതിയാവില്ല. ഒരു മാസത്തിൽ 65 ലക്ഷം റുപ്യോളം ചിലവിന് വേണ്ടി വരും, ദൈനംദിന ചിലവിൽ. അല്ലാഹു തആല ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. വിദേശത്തും നാട്ടിലൊക്കെ ഉള്ള ആളുകൾ സഹായിക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാ മുഅ്മിനീങ്ങളെയും സഹായിക്കട്ടെ. ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് അവരുടെ ദീനീ പ്രവർത്തനത്തിന് എല്ലാവരും നല്ല സംഭാവനകൾ കൊണ്ടുവന്ന് തരണം എന്നുണർത്തുന്നു. അല്ലാഹു തആല നമുക്ക് ഇതിന് സ്വീകരിക്കട്ടെ. എല്ലാവരും ഫാത്തിഹ ഓതണം, സലാത്തിൽ ദ്വാരക്കണം. അൽ ഫാത്തിഹ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. സിറാജുൽ ഹുദയിലേക്കുള്ളതൊക്കെ അവിടെ കൊടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് ومن شر النفاثات في العقد ومن شر حاسد إذا حسد. മുക്കുതല പള്ളിയുടെ പ്രധാന പ്രവർത്തകനായ മൊയ്തു മാഷ് ദ്വാരക്കാൻ പറഞ്ഞു. അല്ലാഹു അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾക്ക് ദ്വാരക്കാണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ആക്സിഡൻ്റ് ആയവർക്കൊണ്ട് ദ്വാരക്കപ്പെട്ട അല്ലാഹു തആല പൂർണ്ണമായ സലാമത്ത് കൊടുക്കട്ടെ. അതുപോലെ ധാരാളം ആളുകൾ നമ്മൾ മരിച്ചു പോയവർ, നമ്മൾ സുലൈമാൻ ഹാജിൻ്റെ ബാപ്പ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ മരിച്ചു പോയവർ അല്ലാഹു തആല എല്ലാവരുടെ ഖബറിലും നമ്മൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. വയറിങ്ങോട്ട് കയറ്റി അല്ലാഹു തആല നമ്മളെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാറ്റിനും ദ്വാരക്കാം. എല്ലാ കാര്യവും അല്ലാഹു അറിയും. അല്ലാഹു തആല അറിയാത്ത രഹസ്യങ്ങളും പരസ്യങ്ങളും ഇല്ല. എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാണ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 3 സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم صلى الله على محمد 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 صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيد يا الرحمن സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ